my dear friends, welcome to the session. In this session, we are going to discuss the previous year question papers. Okay, so plus one state syllabus la namakku 2022 June la nadana exam inde question paper aanu nammalodu discuss cheyan povunnathu. Okay, so questions like kadakkunnadinu munpu let's check the instructions given. Okay, so physics inde question paper aanu nammude illathu. We know that it was a 60 mark question paper അല്ലേ ടോട്ടൽ സ്കോർ 60 ആയിരുന്നു 2 hour ഡ്യൂറേഷണൽ എക്സാം ആയിരുന്നു എന്തൊക്കെയായിരുന്നു ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് 15 minutes is cool off time. You may use the time to read the questions and plan your answers. Answer only on the basis of instructions and questions given. Consider score and time while answering. See, ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ വിട്ടുകളയുന്ന സാധനമാണ് അല്ലേ പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ നമ്മളൊരു എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ശ്രദ്ധ പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം ആ ക്വസ്റ്റ്യൻസിൽ എന്താണ് ശരിക്കും ചോദിച്ചിരിക്കുന്നത് എന്താണ് അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യം അല്ലേ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എത്രത്തോളം ഞാനത് ആൻസർ എത്ര ഡീപ്പായിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ ശരി നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ആൻസർ എനി 5 questions from 1 to 7 ഓക്കെ സോ ഫസ്റ്റ് 7 questions നമ്മൾ 5 questions ആൻസർ ചെയ്താൽ മതി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഈച്ച് ക്യാരീസ് 1 score ഓക്കെ അപ്പോൾ 1 mark 1 score ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരുന്നത് അല്ലേ അപ്പോൾ 5 questions നമുക്ക് അതിനെ ആൻസർ ചെയ്യാം 7 questions ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ സോ ഫസ്റ്റ് വൺ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ഇസ് യെസ് ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഇസ് ഏതാണ് മെക്കാനിക്സ് ഓപ്റ്റിക്സ് ഇലക്ട്രോഡൈനാമിക്സ് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതായിരിക്കും ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓപ്റ്റിക്സ് അല്ലേ ഓപ്റ്റിക്സ് എന്നുള്ള ബ്രാഞ്ച് ആണ് വിച്ച് ഇസ് അബൌട്ട് ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു The restoring force developed in a spring extended by a length x is F is equal to minus kx. The dimensional formula of k is ശരിയാണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിലേക്ക് സ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ നമുക്ക് അറിയാം എങ്കിലും സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ സ്പ്രിംഗ് അതിന്റെ വാല്യൂ നമുക്കറിയാം ഹൂക്സ് ലോ നമ്മൾ പഠിച്ചതാണ് സ്പ്രിംഗിന്റെ ഹൂക്സ് ലോയുടെ ഇക്വേഷൻ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ലേ സോ എന്തായിരുന്നു ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു അല്ലേ എന്നിട്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് കെയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾക്ക് കെയുടെ ഇക്വേഷൻ ആക്കി ഇതിന് റീഅറേഞ്ച് ചെയ്യുക നമുക്ക് നെഗറ്റീവ് കൺസിഡർ ചെയ്യണം എന്നില്ല അല്ലേ എഫ് ബൈ എക്സ് ഇതാണ് ഇക്വേഷൻ വരിക സോ നെഗറ്റീവ് നമുക്കിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് നോക്കാം ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡയമെൻഷൻ റൈറ്റ് സോ ഫോഴ്സ് ബൈ എക്സ് എക്സ് എന്താണ് എക്സ്റ്റെൻഷൻ അല്ലേ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് ഇസ് ലെങ്ത് ബേസിക്കലി റൈറ്റ് സോ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് ഇഫ് യു ആസ്ക് ഫോർ ദ ഡയമെൻഷൻ ഓഫ് കെ എന്ത് വരും ഫോഴ്സിന്റെ ഡയമെൻഷൻ വേണം മാസ് ഇൻടു ആക്സിലറേഷൻ ml(t⁻²) ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ അത് ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡയമെൻഷൻ എന്താണ് ലെങ്ത് തന്നെയാണ് റൈറ്റ് സോ എൽ ക്യാൻസൽ ആയി പോയി വാട്ട് ഈസ് റിമൈനിങ് mt⁻². Okay, so dimensional formula of k എന്തായിരിക്കും mt⁻². ശരിയല്ലേ എളുപ്പമാണ് അല്ലേ സോ അത്രയേ ഉള്ളൂ നമ്മളുടെ അടുത്ത് ഡയമെൻഷണൽ ഫോർമുല എന്താണെന്നേ ചോദിച്ചിട്ടുള്ളൂ സോ mt⁻² എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലേ mt⁻² ഇസ് ദി ആൻസർ ഫൈൻ ഇനി k എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം റൈറ്റ് സോ ഇപ്പം അറിയാം സ്പ്രിംഗ് കോൺസ്റ്റന്റിനെ ഫോഴ്സ് ബൈ ലെങ്ത് എന്നുള്ള രീതിയിൽ എഴുതാം അതേപോലെ തന്നെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഫോഴ്സ് പെർ ലെങ്ത് എന്ന് എഴുതാറുണ്ട് അല്ലേ അപ്പോൾ സർഫസ് ടെൻഷൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതേ ഡയമെൻഷണൽ ഫോർമുല തന്നെയായിരിക്കും mt⁻². ഓക്കെ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ഒരേ ഡയമെൻഷണൽ ഫോർമുല രണ്ട് ക്വാണ്ടിറ്റീസ് ഒക്കെ പറഞ്ഞ് ചോദിക്കാറില്ലേ ഫൈൻ ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം modulus of vector a plus b is equal to modulus of vector a minus b. The angle between vectors a and b is. Okay, so theta value കണ്ടുപിടിക്കണം a and b വെക്ടേഴ്സിനുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലൂ ആണിത് അല്ലേ സോ നോക്കാം a plus b വെക്ടർ a plus b എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം മോഡുലസ് ഓഫ് വെക്ടർ a plus b ആണ് പറഞ്ഞിരിക്കണേ സോ ദാറ്റ് വുഡ് ബി മോഡ് a പ്ലസ് മോഡ് b പ്ലസ് 2ab cos theta അല്ലെ മോഡ് ഓഫ് എ ബി ആൻഡ് കോസ് തീറ്റ അല്ലെ ഞാൻ മോഡൊന്നും ഇപ്പോൾ തൽക്കാലം എഴുതുന്നില്ല നമ്മൾ മോഡ് ഇട്ടാണ് പോവുക അല്ലെ സോ വി ഹാവ് 2ab cos theta ഫൈൻ ഇത് ഇതിൻ്റെ കേസിലാണ് a പ്ലസ് ബിയുടെ കേസിലാണ് ശരിയല്ലേ നൗ ഇവിടെ മോഡുലസ് ഇട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരും
Now, എന്താണ് എ മൈനസ് ബി പറഞ്ഞിട്ടുണ്ട്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? വി നോ ദാറ്റ് ഇറ്റ് ഈസ് മൈനസ് ഓഫ് എ പ്ലസ് ബി അല്ലേ? എ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ പ്ലസ് ബി അല്ലേ? മോഡുലസ് ആണ് എടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് വാല്യൂ വരിക. അപ്പോ എന്ത് എഴുതാം നമുക്ക്? ദിസ് വുഡ് ബി മോഡ് എ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ ബി പ്ലസ് 2 into a into b into മൈനസ് 2ab ആണ് വരേണ്ടത് അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 into a into b മൈനസ് കോസ് തീറ്റ എന്ന് എഴുതുന്നു. ഓക്കെ, മൈനസ് 2ab കോസ് തീറ്റയിൽ കോസ് തീറ്റയുടെ അവിടെ നമ്മൾ നെഗറ്റീവ് കൊടുക്കുകയാണ്. സോ അതിനെ പോസിറ്റീവായി മാറ്റാൻ മൈനസ് കോസ് തീറ്റയെ ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് 180 മൈനസ് തീറ്റ എന്ന് എഴുതുകയാണ്. കുഴപ്പമില്ലല്ലോ, മൈനസ് കോസ് തീറ്റ ഈസ് കോസ് 180 മൈനസ് തീറ്റ അല്ലേ? സോ അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ രണ്ടും എനിക്ക് പോസിറ്റീവായി കിട്ടി. റൈറ്റ്, ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ദേ ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയെല്ലാം കോമൺ ടേംസ് ആണ്. വിൽ ഗെറ്റ് ദാറ്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 180 മൈനസ് തീറ്റ. ശരിയല്ലേ? സോ കോസ് ഓഫ് തീറ്റ ഈക്വൽ ടു കോസ് ഓഫ് 180 മൈനസ് തീറ്റ. ഇഫ് സോ ഫോർ സ്മോൾ ആംഗിൾസ് വി നോ ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 180 മൈനസ് തീറ്റ. ഫ്രം ദിസ് 180 ഈക്വൽ ടു 2 തീറ്റ. തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബി ആണെങ്കിൽ എയുടെയും ബിയുടെയും രണ്ട് വെക്ടേഴ്സിനുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻ. ഇനി അടുത്തത്, write the value of escape velocity of an object from the surface of moon. Yes, escape velocity നമ്മൾ പഠിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ആണിത്. അതിന് ഇക്വേഷൻ നമുക്കറിയാം. escape velocity is equal to root of 2gr എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ? സോ നമ്മൾക്ക് എന്തായാലും രണ്ട് വാല്യൂസ്, എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയും മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ എന്ന് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് എത്രയാണ്? വി നോ ദാറ്റ് ടു ബി 11.2 km/s. ഓക്കെ, ഇത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ആണ്. ഇവിടെ ചോദ്യം ഫ്രം ദ സർഫസ് ഓഫ് മൂൺ എന്നാണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു റൈറ്റ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ. Okay, and that is 2.3 km/s. 2.3738 എന്നുണ്ട്. 2.3 എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം, റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. സോ ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ ഇസ് 2.3 km/s. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ വാല്യൂ മാത്രം എഴുതിയാൽ മതി, ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാനതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇറ്റ്സ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഈ വാല്യൂ എഴുതുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ അത് മാത്രം നോക്കിയാൽ മതി. നൗ ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂണിന് എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? എന്തിൻ്റെ ബേസിസിൽ നമ്മൾ പറയാറുണ്ട് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ എന്ന് പറയുന്നത് എർത്ത് എന്ന് പറയുന്നത് 5 times ആണ്. മൂണിൻ്റെ വെച്ച് നോക്കുമ്പോൾ 5 times ആണ്. അതുകൊണ്ടാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത എന്നുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ തിയററ്റിക്കലി ഈ ഒരു ഏരിയയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എർത്തിൻ്റെയും മൂണിൻ്റെയും എസ്കേപ്പ് വെലോസിറ്റി വാല്യൂസ് കാണാതെ പഠിക്കാം. ഓക്കെ, നൗ pick the correct one. When the temperature of a liquid increases, its surface tension increases, decreases, remains the same. Temperature, does it affect surface tension? എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അല്ലേ? കാരണം സെയിം ആണോ, കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ എന്ത് മാറ്റം വരാം? നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് മോളിക്കുലർ അട്രാക്ഷനോട് റിലേറ്റഡ് ആണ് അല്ലേ? മോളിക്കുലർ അട്രാക്ഷൻ കൂടുകയാണെങ്കിൽ സർഫസ് ടെൻഷനും കൂടും. റൈറ്റ്, ഇനി ടെമ്പറേച്ചറിൻ്റെ കേസ് നോക്കിക്കേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. റൈറ്റ്, അപ്പോൾ എന്ത് പറ്റും? ആ ഒരു ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. Okay, so thereby surface tension decreases. Molecular attraction surface tension directly unrelated ആയിട്ടുള്ളത് പ്രൊപ്പോർഷണൽ ആണെന്ന് വേണേൽ പറയാം അല്ലേ? അത് കൂടുമ്പോൾ അട്രാക്ഷൻ കൂടുമ്പോൾ സർഫസ് ടെൻഷനും കൂടുന്നു. ഫൈൻ. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സിൻസ് ദ കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ്, ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി മോളിക്കുലർ അട്രാക്ഷൻ ഡിക്രീസസ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിന് ഡയറക്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റീസൺ ഇതാണ്, പക്ഷെ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ഓർക്കുക. ടെമ്പറേച്ചറും സർഫസ് ടെൻഷനും ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോർ എ ഫ്ലൂയിഡ് എന്നുള്ളത് അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A light body and a heavy body have equal momentum. Which one has greater kinetic energy? Okay, so ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? Kinetic energy momentum തമ്മിലാണ് റിലേറ്റ് ചെയ്യാറുള്ളത്. റൈറ്റ്, രണ്ട് ബോഡീസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ മാസ് കുറവാണ്, മറ്റേതിന് കുറച്ചുകൂടെ ഹെവി ബോഡിയാണ്. രണ്ടിൻ്റെയും മൊമെൻറ്റം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഇസ് ഹാവിങ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? K is equal to P square by 2m. This is the relation, right? So, ഇവിടെ നോക്കിക്കേ, P രണ്ടെണ്ണത്തിൻ്റെയും ഈക്വൽ ആണ്. ഈക്വൽ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. P stands for momentum, right? അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്നായി അല്ലേ? അപ്പോൾ ഒരെണ്ണം ലൈറ്റ് ബോഡിയും ഒരെണ്ണം ഹെവി ബോഡിയും ആണെങ്കിൽ ലൈറ്റ് ബോഡിക്ക് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ശരിയല്ലേ? സോ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈറ്റർ ബോഡി ഈസ് ഹാവിങ് ഹയർ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. ഇക്വേഷൻ വെച്ച് ജസ്റ്റിഫൈ ചെയ്യണം നിർബന്ധമില്ല. യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഇറ്റ് ഇസ് ലൈറ്റ് ബോഡി. ഓക്കെ, വൈ എന്നൊരു ചോദ്യം ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നൗ, in the case of a stationary waves, the displacement of a particle at positions of node. Yes, നമ്മൾ സ്റ്റേഷനറി വേവ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നോഡ്സ് ആൻഡ് ആൻറ്റി നോഡ്സ് എന്നൊരു കോൺസെപ്റ്റ് എടുക്കാറുണ്ട് അല്ലേ? നോഡ്സും ആൻറ്റി നോഡ്സും. റൈറ്റ്, നോഡ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയാറ്? നോഡ്സ് ഇസ് എ പോയിന്റ് ഓഫ് മിനിമം ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആൻറ്റി നോഡ് ഇസ് എ പോയിന്റ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ നോഡ് എന്ന് പറയുന്ന പൊസിഷനിൽ എന്താണ്? സ്റ്റേഷനറി വേവ്സിന്റെ നോഡ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇറ്റ് ഇസ് മിനിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. Okay, the displacement of particle at position of node will be 0 or minimum. Okay, ആൻറ്റിനോഡിന്റെ കേസിലാണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. ഇപ്പം ആൻറ്റിനോഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് മാക്സിമം ആണ്. നോഡിന്റെ കേസിൽ അത് 0 ആണെന്ന് പറയാം. ഓക്കെ, ഇനി സോ വി ആർ ഡൺ വിത്ത് 1 mark questions. ഓക്കെ, അപ്പോൾ 7 questions ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്താൽ മതി അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ എന്താണ്? ആൻസർ എനി 5 questions ഫ്രം 8 to 14. ഓക്കെ, ഇനിയുള്ള 8 to 14 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. ആൻഡ് ഈച്ച് ക്യാരീസ് 2 scores. ഓക്കെ, സോ 1 score questions കഴിഞ്ഞു. നൗ വി ആർ ഇൻ ടു 2 score questions. നോക്കാം. The position time graph of an object is shown below. Draw the velocity time graph and find total displacement. Okay, so this is the question. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫ് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് കാണുമ്പോൾ നോക്കിക്കേ, ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷേപ്പ് മാത്രമല്ല തന്നിട്ടുള്ളത്, വാല്യൂസും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വാല്യൂസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട്. ഫൈൻ, അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നോക്കിക്കേ, ഇത് ഒരു സെക്ഷനായിട്ട് എടുക്കാം. ഈ ഒരു പോയിന്റ് വരെ, ഇത്ര വരെയുള്ള ഭാഗം നമുക്ക് ഒരു സെക്ഷനായിട്ട് എടുക്കാം. റൈറ്റ്, അപ്പോൾ 0 to 3 സെക്കൻഡ്സിനുള്ളിൽ എന്താണ് നടന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? 6 meters വരെ മൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇത്രയും ഈ ഒരു ഇത് കവർ ചെയ്യാൻ എടുത്ത വെലോസിറ്റി എത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ യൂണിഫോം മോഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ വെലോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്കിലേ എവിടെ വെച്ചാണ്, ഗ്രാഫിൽ എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു x2 minus x1 by t2 minus t1 എന്ന് വരും ഇക്വേഷൻ അല്ലേ? ഇത് t1 ആണ്, ദിസ് ഇസ് t2. ഓക്കെ, ആൻഡ് ദിസ് ഇസ് x1 ആൻഡ് ദിസ് ഇസ് x2. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന കേസ്. ഇതനുസരിച്ച് നമ്മളിവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ദിസ് വുഡ് ബി 6 minus 0 by 3 minus 0. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒറിജിനിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ടൈമും 0 ആണ്, പൊസിഷനും 0 ആണ്. പോയിരിക്കുന്ന 3 seconds വരെയാ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 6 meters വരെയാണ്. സോ ദിസ് വുഡ് ബി 6/3 അല്ലേ? 6/3 അല്ലെങ്കിൽ 2 meter per second. ഫൈൻ, സോ 2 meter per second വരെ ഇറ്റ്സ് എ പോസിറ്റീവ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അത് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കണം. നെക്സ്റ്റ് സെറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഐ എം മാർക്കിംഗ് ദാറ്റ് ടൈം ടു ബി t3 ഹിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് x2 എന്നുള്ള പൊസിഷൻ, ദിസ് ഇസ് x3. ഓക്കെ, ഇനി ആ സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? ആ കേസിൽ ഇവിടുത്തെ വെലോസിറ്റി ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഈ ഒരു ഭാഗത്തെ വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ എന്താ വരിക? ഇതിന് ഞാൻ v1 എന്ന് വിളിക്കുന്നു. ലെറ്റ് ദിസ് ബി v2.
Okay, V2 ന്റെ വാല്യൂ എന്ത് വരും? This would be x3 minus x2 by t3 minus t2. ശരിയല്ലേ? So x3 minus x2 എന്താ വരിക? x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? x ആക്സിലേക്ക് ചെന്ന് മുട്ടുവാണ്. അപ്പോൾ പൊസിഷൻ 0 ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0 ആണ് പൊസിഷൻ. മൈനസ് x2 എന്ന് പറയുന്നത് എന്താ? 6 ആണ്, റൈറ്റ്? 6 ഡിവൈഡഡ് ബൈ t3. ഏത് സമയത്താണ് പൊസിഷൻ 0 ആയത്? 5 സെക്കൻഡ്സിൽ. ഓക്കെ, ഇനീഷ്യലി എത്ര ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ? 3 സെക്കൻഡ്സിൽ. സോ 5 minus 3. This would be minus 6 by 2. 5 minus 3, 2 ആണ്. അപ്പോൾ minus 6 by 2 or that is minus 3 meter per second. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വാല്യൂസ് നമുക്ക് കിട്ടി. എന്താണ്? 2 meter per second and minus 3 meter per second. ഇതനുസരിച്ച് നമുക്കൊന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം ആദ്യം. ഓക്കെ, സോ എന്താ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞേ? V1 is equal to 2 meter per second. V2 is equal to minus 3 meter per second. Now I am going to plot the graph. അപ്പോൾ മൈനസ് വാല്യൂ ഉള്ള സ്ഥിതിക്ക് ഞാൻ നെഗറ്റീവ് ആക്സസ് കൂടെ കൺസിഡർ ചെയ്യുന്നു. ഫൈൻ. സോ എങ്ങനെ വരും വാല്യൂ നോക്കിക്കേ. ടൈം ഇവിടെയാണ് 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെ ടൈം എടുത്തിട്ടുണ്ട് ഇൻ സെക്കൻഡ്സ്. ഇവിടെ വെലോസിറ്റി ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? വെലോസിറ്റി ഈസ് പ്ലോട്ടഡ് ഹിയർ. എങ്ങനെയാണ് വാല്യൂസ് വരുന്നത്? 1, 2, 3, 4 എന്ന് മുകളിലേക്ക്. ഇവിടെ -1, -2, -3, -4. Okay, 0. So this is how the scale will be. Any plot ചെയ്യാം. V1 is 2 meter per second. 0 to 3 സെക്കൻഡ്സിൻ്റെ ഇടയിൽ 0 to 3 സെക്കൻഡ്സ് വരെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 meter per secondലാണ് മൂവ് ചെയ്യുന്നത്. യൂണിഫോം മോഷൻ ആണ്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി, ദാറ്റ് മീൻസ് ഇവിടെ വരെ അല്ലേ, ഈ ഒരു സെക്ഷൻ വരെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. റൈറ്റ്, ഇങ്ങനെ കിട്ടി. ഇനി എന്താ? 3 സെക്കൻഡിന് ശേഷം -3 meter per secondലാണ്. ദാറ്റ് ഈസ് അഗെയിൻ ദ കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ പിന്നെ മൂവ് ചെയ്യുന്നത് -3 സെക്കൻഡിലാണ്. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. 5 സെക്കൻഡ്സ് വരെ അല്ലേ? 5 സെക്കൻഡ്സ് വരെ ഇങ്ങനെയാണ് മോഷൻ വരുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്നുള്ളത്? സോ ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇങ്ങനെയാണ് ഷേപ്പ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് വുഡ് ബി ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് കറസ്പോണ്ടിങ് ടു ദിസ് കർവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വാല്യൂസോട് കൂടി തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, വാല്യൂസോട് കൂടി അല്ല വരയ്ക്കുന്നതെങ്കിൽ ഒരു ഹാഫ് മാർക്കൊക്കെ ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഗ്രാഫിന് 1 മാർക്ക് ഉണ്ട്, അപ്പോൾ അതിൽ ഹാഫ് മാർക്ക് ചിലപ്പോൾ ലൂസ് ചെയ്തേക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ അപ്പർ ഹാഫിന് ഹാഫ് മാർക്ക്, ലോവർ ഹാഫിന് ഹാഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് 1 മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് വാല്യൂ വരാൻ പോകുന്നത്. ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അതും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ വെച്ചിട്ടാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പറയാം. റൈറ്റ്, ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ? x3 minus x1. ഇനീഷ്യലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ ആൻഡ് ത്രൂ ഔട്ട് ദ ജേർണി, കംപ്ലീറ്റ് ജേർണി കഴിഞ്ഞ് ഫൈനൽ പൊസിഷൻ ഇസ് x3. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു അക്കൗണ്ട് ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് വുഡ് ബി x3 minus x1. ദാറ്റ് ഈസ് എന്താ വരിക? ഈ ഒരു കേസിൽ രണ്ടും 0 തന്നെയാണ് അല്ലേ? ഇനീഷ്യലി 0 ഫൈനലിയും 0 തന്നെയാണ്. പൊസിഷൻ ഇങ്ങോട്ടാ അല്ലേ? ഇനീഷ്യലി ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് 0 itself. ദാറ്റ് മീൻസ് 0 ഡിസ്പ്ലേസ്മെന്റ് വുഡ് ബി 0 meter. ഓക്കെ, തുടങ്ങിയത് എവിടെയോ അവിടെ തന്നെ അവസാനിച്ചു കഴിഞ്ഞാൽ വി സേ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? ഈ കേസിലും അങ്ങനെ തന്നെയാണ്. ഇനീഷ്യലി 0 സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഗ്രൗണ്ടിൽ തന്നെ വരുന്നു എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0 in this case. Clear? Now അപ്പോൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി. വി ഗോട്ട് ദ വാല്യൂ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓൾസോ. ഫൈൻ. അപ്പോൾ 1 മാർക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും 1 മാർക്ക് ഗ്രാഫ് വരയ്ക്കുന്നതിനും ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മാർക്ക് ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അതേപോലെ ഈ ഫൈൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഒക്കെ വരച്ച് കഴിയുമ്പോഴേക്കും അത് മറന്നൊന്നും പോയേക്കരുത് കേട്ടോ. ഇനി 9th question. A javelin is projected at an angle of 30 degrees with an initial velocity of 5 meter per second from the ground. What are its velocity and acceleration at highest point? Yes, ഒരു javelin consider ചെയ്തിട്ടുണ്ട് and it is projected at an angle 30 degree. Okay, so theta value is given to be 30 degree. Initial velocity 5 meter per second എന്ന് തന്നിട്ടുണ്ട്.
ഓക്കെ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വി നോ ദാറ്റ് പാത്ത് ഇസ് എ പാരബോളിക് അല്ലെ, പാരബോളിക് ആയിട്ടുള്ള പാത്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. സോ പാരബോളിക് ആയിട്ടുള്ള പാത്ത് ആവുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ നമ്മളൊരു മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആയിട്ടുള്ള മോഷനാണ് അല്ലേ. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം? ഇപ്പം ഇങ്ങനെ ഒരു പാത്താണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇല്ല അല്ലേ. വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്, ഹോറിസോണ്ടൽ വെലോസിറ്റി ആണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വുഡ് ബി യു കോസ് തീറ്റ. ശരിയല്ലേ? റിസൾട്ടിൻ്റെ അടുത്ത് വരുമ്പോൾ വി എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ. നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് പറയാം യു കോസ് തീറ്റ കണ്ടുപിടിക്കാൻ വി എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ കണ്ടുപിടിക്കണം. യുടെ വാല്യൂ 5 ആണ്. കോസ് തീറ്റ ഇസ് കോസ് 30. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2. സോ 5√3/2 എന്ന് വരും. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം, അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്താം. 4 കിട്ടും, 4.3 4.22 ആ രീതിയിലൊരു വാല്യൂ നമുക്ക് കിട്ടും. അത്രയും മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഹോറിസോണ്ടൽ വെലോസിറ്റി. ഓക്കെ, ഹോറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ് അറ്റ് ഹയസ്റ്റ് പോയിന്റ്. നമുക്കത് അറിയാവുന്ന കേസാണ് അല്ലേ. സോ ദാറ്റ് ഇസ് ദ കേസ്. അപ്പോൾ നമുക്ക് ആ ആൻസർ കിട്ടും. വെലോസിറ്റി എഴുതുന്ന സമയത്ത് കമ്പോണന്റ് വൈസ് എഴുതണം. വി ആർ ടോക്കിംഗ് അബൌട്ട് എ പാരബോളിക് മോഷൻ. സോ horizontal component is given to be approximately 4.3 meter/second. Okay, vertical component le value illa 0 meter/second. Okay, any acceleration ന്റെ കേസ് എടുക്കാം. ആക്സിലറേഷൻ ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഈ ഹയസ്റ്റ് പോയിന്റിൽ ആക്സിലറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. ഹോറിസോണ്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ആക്സിലറേഷൻ. ഡസ് ഇറ്റ് ഹാവ് എൻ ആക്സിലറേഷൻ? നോ അല്ലെ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് along the horizontal component acceleration is 0. ഓക്കെ, വേർട്ടിക്കലി നോക്കിക്കഴിഞ്ഞാലോ നമുക്കറിയാം ഫ്രീ ഫോൾ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഹിയർ വെൻ വി ഡിസ്കസ് ഇതൊരു അപ്വേർഡ് മോഷൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ -g എന്ന് എടുക്കാറുണ്ട്. Okay, so AY will be -g. So we know that AX is equal to 0. Horizontal component of acceleration is 0. And the vertical component of acceleration is given to be -g meter/second square. Okay, നെഗറ്റീവ് എഴുതാതെ g എന്ന് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മൈനസ് ഇട്ട് എഴുതുമ്പോഴാണ് അത് എക്സാക്ട് വാല്യൂ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും വാല്യൂസ് കിട്ടിയല്ലോ അല്ലേ. ഇത്രയേ ഉള്ളൂ. സോ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് ഹാഫ് മാർക്സ് വെച്ച് ഇവിടെ 1 മാർക്ക്, ഇവിടെ ഹാഫ് വെച്ച് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 2 മാർക്സ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, നൗ 10th question. A person firing a bullet from a gun experiences a backward jerk. Yes. സോ ഇവിടെ നമ്മൾ റീകോയിലിംഗ് ഓഫ് ഗണ്ണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ എന്നുള്ള കേസ് വരുന്ന സമയത്ത് ഇവിടെ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ഓക്കെ, റീകോയിൽ ഓഫ് ഗൺ എന്ന കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ യൂസ് ചെയ്യും അല്ലേ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനൊരു 3rd law ഓഫ് മോഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, സെക്കൻഡ്ലി നമുക്ക് യൂസ് ചെയ്യാവുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ഓക്കെ, സോ ഇതിൻ്റെ 2ൻ്റെയും ആപ്ലിക്കേഷൻ ഇവിടെ വരാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ചോദിക്കുമ്പോൾ ഐദർ യു ക്യാൻ റൈറ്റ് ദ ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷൻ ഓർ യു ക്യാൻ മെൻഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാം ആൻഡ് ദാറ്റ് ക്യാരീസ് ഹാഫ് മാർക്ക്. ഓക്കെ, എനി second part of the question എന്താ, a bullet of mass 15 gram fired with a velocity 100 meter/second from a gun of mass 2 kg, find the recoil speed of gun. Okay, so ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഒരു ബുള്ളറ്റ്, അതിന്റെ മാസ് ആൻഡ് വെലോസിറ്റി ഈസ് ഗിവൺ, ഗണ്ണിന്റെ മാസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ റീകോയിൽ വെലോസിറ്റി ഓർ റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ. റൈറ്റ്. സോ ഈ ബുള്ളറ്റ് എന്നുള്ളതിനെ ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു, ഗൺ എന്നുള്ളത് ഞാൻ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. Okay, so mass of bullet I can write it as m1 which is equal to 15 gram. 15 gram എന്ന് പറയുമ്പോൾ 0.015 kilogram അല്ലേ. കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, യൂണിറ്റിലേക്ക് ആക്കണം. Then velocity v1 will be equal to 100 meter/second. യൂണിറ്റ് കൺവേർഷൻ ഒന്നും ആവശ്യമില്ല. ഇനി ഗണ്ണിന്റെ കേസ് എടുത്താലോ, മാസ് m2 is equal to 2 kg. സ്പീഡ് ഓഫ് ഗൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റീകോയിൽ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് v2.
Okay, so this is the case. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? We can make use of the law of conservation of momentum. അല്ലേ? അത് യൂസ് ചെയ്തൂടെ ഇവിടെ. സോ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ആദ്യം നമ്മൾ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് കണ്ടുപിടിക്കണം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. അല്ലേ? അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് നോക്കിക്കഴിഞ്ഞാലോ, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ആവുമ്പോൾ നമുക്കറിയാം ഗണ്ണ് റെസ്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? ഗണ്ണ് റെസ്റ്റിലാണ്, ബുള്ളറ്റും റെസ്റ്റിലാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോത്ത് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ 0. സോ ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് M1 U1 പ്ലസ് M2 U2 അല്ലേ? U1 ഉം U2 ഉം 0 ആണ്. സോ നമുക്കറിയാം രണ്ട് ബോഡീസും റെസ്റ്റിലാവുമ്പോൾ മൊമെന്റം വിൽ ബി 0. സോ ദ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് 0. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് കൺസിഡർ ചെയ്യാം. ആഫ്റ്റർ ഫയറിംഗ് ആവുമ്പോൾ എന്താ ഇക്വേഷൻ വരിക? M1 V1 പ്ലസ് M2 V2 അല്ലേ? M1 എന്ന് പറയുന്നത് 0.015 ആണ് ഇൻറ്റു V1 is 100. ഓക്കെ, പ്ലസ് M2 is 2 ആൻഡ് V2യുടെ വാല്യൂ നമുക്ക് അറിയില്ല. Okay, now we are going to apply the law of conservation of momentum. The total momentum before firing is equal to total momentum after firing. അല്ലേ? അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് വരും? 0.015 into 100, that is 1.5 അല്ലേ? 1.5 plus 2V2, അതാണ് total momentum after firing, and that is equal to total momentum before firing, which is 0. Okay, so 2V2 equal to minus 1.5 കിട്ടി, or V2 will be equal to minus 1.5 by 2, that is 0.75 meter per second. Okay, minus 0.75 meter per second എന്ന് കിട്ടും. ഓക്കെ, ആ നെഗറ്റീവ് സൈൻ എന്തിനാ സൂചിപ്പിക്കുന്നത്? ദ ഡിറക്ഷൻ ഓഫ്, അല്ലെങ്കിൽ വെലോസിറ്റി, നമ്മുടെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡിറക്ഷൻ ഏതാണോ അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് റീകോയിലിംഗ് ഓഫ് ഗൺ സംഭവിക്കുന്നത് അല്ലേ? അതാണ് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഗെറ്റ് ദ വാല്യൂ ടു ബി 0.75 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യന്. ദറ്റ് ക്യാരീസ് 1.5 marks. അപ്പോൾ ഇക്വേഷൻ ഹാഫ് മാർക്ക് ഉണ്ടാവും. ദ റെസ്റ്റ് ഇസ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഫൈനൽ റിസൾട്ട്. യൂണിറ്റ് കൺവേർഷനൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം പോയി. നൗ draw the variation of kinetic energy and potential energy of a freely falling body with height. Okay, ഹൈറ്റിനനുസരിച്ച് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഡ്രോ ദ വേരിയേഷൻ ആണ്. സോ ഗ്രാഫിക്കൽ പ്ലോട്ടിംഗ് ആണ്. അതിന് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. സോ വി നോ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആണ് എടുക്കാൻ പറയുന്നത്. സോ ഹൈറ്റ് ഇസ് ടേക്കൺ അലോങ് ദി x axis and energy is taken along the y axis. ഓക്കെ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പ്ലോട്ട് ചെയ്യണം അല്ലേ? സോ ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ? ഇവിടെ എങ്ങനെ ഒരു ബോഡിയുടെ കേസാണ്? ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ഒരു ബോഡി താഴോട്ട് വീഴുന്ന സമയത്ത് നമുക്കറിയാം താഴേക്ക് പോകും തോറും ദ കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസിങ് അല്ലേ? വെലോസിറ്റി കൂടി വരും. സോ കൈനറ്റിക് എനർജി ഇൻക്രീസസ്. ദാറ്റ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അത് ലോസ് ആണ് അല്ലേ? സോ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാവുന്ന ഡിക്രീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ഹോൾഡഡ്, റൈറ്റ്? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഹൈറ്റും എനർജിയും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹൈറ്റിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഇസ് ദ കേസ്. ഇനി കൈനറ്റിക് എനർജിയുടെ കേസ് എടുക്കാം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ് അല്ലേ? കൈനറ്റിക് എനർജിയുടെ കേസ് വരുമ്പോഴോ കൈനറ്റിക് എനർജി ഹൈറ്റിനനുസരിച്ച് കുറഞ്ഞാണ് വരിക, റൈറ്റ്? സോ ദാറ്റ് വിൽ ഡിക്രീസ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ശരിയല്ലേ? ഈ ഒരു രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദ ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് എവറി സെക്ഷൻ. ഓക്കെ, ഏതൊരു സ്റ്റേജിൽ എടുത്ത് നോക്കിയാലും ടോട്ടൽ എനർജി വിൽ ബി റിമൈനിങ് കോൺസ്റ്റന്റ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? ഇത് പൊട്ടൻഷ്യൽ എനർജി ആണ് ആൻഡ് ദിസ് ഈസ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, ശരിയല്ലേ? വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇത് മാത്രം വരച്ചാൽ മതി. 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. സോ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ എന്താണെന്ന് മാർക്ക് ചെയ്യണം. ഇതിൽ ഏത് ഗ്രാഫാണ് അല്ലെങ്കിൽ ഏത് ലൈനാണ് പൊട്ടൻഷ്യൽ എനർജി സൂചിപ്പിക്കുന്നത്, ഏതാണ് കൈനറ്റിക് എനർജി സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വേണം. ഓക്കെ, ആൻഡ് ദിസ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എനർജി അല്ലേ? ഇവിടെ ടോട്ടൽ എനർജിയാണ് എടുത്തിരിക്കുന്നത്, റൈറ്റ്? ദറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി.
ഓക്കെ, അതാണ് ഈ ഒരു സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ് എ ഹൈറ്റ് h ആണെങ്കിൽ ദിസ് വുഡ് ബി mgh അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Stress strain curve of a steel wire is shown below. From the plot, identify the following. Okay, നമ്മൾ stress strain curve പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ. ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നുള്ളത് അല്ലേ. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ചോദിച്ചിരുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യം എന്തായിരുന്നു? സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ചില പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ്. അതെ, ഏത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്താണ്, വാട്ട് ഇസ് ബി, വാട്ട് ഇസ് ഇ ആൻഡ് വാട്ട് ഇസ് ഒ ഡാഷ്, ഇതാണ് ചോദ്യം അല്ലേ. എ എന്ന് പറയുന്ന പോയിന്റ് എന്തിനാ സൂചിപ്പിക്കുന്നത് നോക്കിയേ, ഒ ടു എ. ഒ എ എന്നുള്ളത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ഏരിയ ആയിരുന്നു. എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദി പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, സോ എ ഈസ് ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, പിന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ നമ്മൾ പറയുന്നത്? yield point അല്ലെങ്കിൽ elastic limit, right? That is elastic limit. Okay, now next എന്താ പറഞ്ഞിരിക്കുന്നത്? E എന്നുള്ള പോയിന്റ് ആണ്. E എന്നുള്ള പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴേക്കും that will break അല്ലേ, ഫ്രാക്ചർ പോയിന്റ് ആണത്. That is the fracture point. Okay, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഒ ഡാഷ്. ഒ ഡാഷ് എന്ന് പറയുന്നത് എന്താ? റെസിഡുവൽ സ്ട്രെയിൻ ആണ് അല്ലേ, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. റൈറ്റ്, സോ ദാറ്റ് ഇസ് ദി പെർമനന്റ് സെറ്റ്. ഓക്കെ, സോ ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. എന്താണ്? എ എന്നുള്ള പോയിന്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്, ബി ഇസ് ദ എലാസ്റ്റിക് ലിമിറ്റ്, ഇ ഫ്രാക്ചർ പോയിന്റ് ആൻഡ് ഒ ഡാഷ് ഇസ് പെർമനന്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് എഴുതുന്നതിന് ഹാഫ് മാർക്ക്, ഹാഫ് 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 ഹാഫ്, അങ്ങനെയാണ് 2 മാർക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, നൗ സോ ഈ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. സോ ആ വാക്കുകൾ മാത്രം മതി. നൗ draw the block diagram of a refrigerator and write an expression for its coefficient of performance. Yes, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതാറ്? നമുക്ക് ഇവിടെ വർക്ക് നടക്കുന്നു, W, ശരിയല്ലേ. ഇനി ഹിയർ വി ഹാവ് എ ഹോട്ട് റിസർവോയർ അല്ലേ. ഇവിടെ ഒരു ഹോട്ട് റിസർവോയർ ഉണ്ട് വിത്ത് ടെമ്പറേച്ചർ T1. ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ ഹിയർ എനർജി എന്താണ്? Q1 എന്ന് എഴുതും. നൗ ഇൻ ദിസ് സൈഡ് വി ഹാവ് എ കോൾഡ് റിസർവോയർ. റൈറ്റ്, ഇവിടെ ഒരു കോൾഡ് റിസർവോയർ ആണ്, temperature T2, which is your sink. Okay, energy Q2. Okay, so this is the block diagram of the refrigerator. Hot reservoir maintain at temperature T1, source ആണ്. Q1 ആണ് the amount of energy നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Q2 amount of energy corresponding to cold reservoir അല്ലേ. അവിടുത്തെ temperature T2, sink. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ആരോ മാർക്സ് ശ്രദ്ധിക്കണം. Q1 ഉം Q2 ഉം ഒരേ ഡിറക്ഷനിലേക്കാണ്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. ഇനി ഇതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. write the expression for coefficient of performance അല്ലേ. coefficient of performance alpha എന്ന് represent ചെയ്യാറുണ്ട്, which is equal to Q2 by W. right, W എന്താണ്? Q1 minus Q2 അല്ലേ. അപ്പോൾ Q2 by Q1 minus Q2 എന്നും എഴുതാം. Okay, so that will be the equation. This is equal to Q2 by Q1 minus Q2. Okay, ഇതാണ് നമ്മുടെ coefficient of performance ആൽഫയുടെ എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The angular speed of a rotating body changes from omega 1 to omega 2 without applying an external torque, but due to change in moment of inertia. Find the ratio of radii of gyration in the two cases. Okay, so നമുക്ക് ആംഗുലാർ സ്പീഡ് omega 1 ഉം omega 2 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇനീഷ്യലി ബോഡിയുടെ ആംഗുലാർ സ്പീഡ് omega 1 ആയിരുന്നു, and it is changing to omega 2 by the application of an external torque. Okay, so sorry, without an external torque, but by the difference in the moment of inertia. Okay, അതാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോർക്ക് ബട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് റേഡിയൈ ഓഫ് ഗൈറേഷൻ, ദാറ്റ് ഇസ് K1/K2. ഇതാണ് കാണേണ്ടത്. ഓക്കെ, നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് റിലേറ്റഡ് ടു റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ? അതിനുള്ള ഇക്വേഷൻ എന്താണ്? വി ഹാവ് ദ ഇക്വേഷൻ ഫസ്റ്റ് സെക്ഷനിലാണെങ്കിൽ I1 എന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് Km/K² അല്ലേ? K1² എന്ന് എടുക്കാം. ഓക്കെ, ഇനി I2 വിൽ ബി ഈക്വൽ ടു Mk2². ശരിയല്ലേ? ഇനി നമുക്ക് ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്, റൈറ്റ്? സോ വി ക്യാൻ അക്കൗണ്ട് ഫോർ ദ ആംഗുലാർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടല്ലോ, അപ്പോൾ മാസും വെലോസിറ്റി കിട്ടിയതിന് തുല്യമായില്ലേ? മൊമെന്റം കണ്ടൂടെ? സോ വി ക്യാൻ റൈറ്റ് ദ മൊമെന്റം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം അനുസരിച്ചിട്ട് I1 ω1 വിൽ ബി ഈക്വൽ ടു I2 ω2, റൈറ്റ്? ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലാർ മൊമെന്റം. ശരിയല്ലേ? സോ ഇതിൽ നിന്ന് ഞാൻ I1/I2 എന്നുള്ള റേഷ്യോ എടുത്താൽ ദിസ് വുഡ് ബി ω2/ω1. ഓക്കെ, I1 എന്ന് പറഞ്ഞാൽ എന്താ? Mk1². സോ Mk1²/I2 is Mk2² and that is equals to ω2/ω1. ഓക്കെ, സോ M ക്യാൻസൽ ആയി. നമുക്ക് വേണ്ടത് K1/K2 എന്നുള്ള റേഷ്യോ ആണ് അല്ലേ? സോ that would be K1²/K2² എന്നുള്ളത് ഇപ്പോൾ ω2/ω1 നീട്ടി. That means K1/K2, the ratio of radii of gyration would be equal to root of ω2/ω1. Okay, so ഒരു ബോഡിയുടെ ആംഗുലാർ സ്പീഡ് ω1 നിന്ന് ω2ലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ റേഡിയൈ ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ω2 to ω1 ആയിരിക്കും. ഓക്കെ, ω2/ω1 റൂട്ട് വാല്യൂ. ഓക്കെ, ഇത്രയുള്ള അവിടെ ചെയ്യാനായിട്ട്. ഫൈൻ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം യൂസ് ചെയ്യണം, റൈറ്റ്? പിന്നെ അതിനെ റേഡിയസ് ഓഫ് ഗൈറേഷനിലേക്ക് കണക്ട് ചെയ്യണം, എന്നിട്ട് ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കണം. അതിനാണ് ആ 2 മാർക്സ് വരുന്നത്. Now, answer any 6 questions from 15 to 22. Each carries 3 scores. Okay, so any 15 to 22nd വരെയുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Fine. So 1 mark questions are done, 2 score questions are done. Now we are into 3 score questions. Okay, അങ്ങനത്തെ 6 questions ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ 18 മാർക്സിന്റെ സെഷൻ ആണ് അല്ലേ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, check the dimensional correctness of the relation V is equal to root of Gm/r, where V is the orbital velocity, G is gravitational constant and R is the radius of Earth. Okay, so dimensional correctness നമ്മൾ എന്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയമെൻഷൻ അനാലിസിസിന്റെ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഇസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ അല്ലേ? അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? വി യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലേ? എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. അത് ചെക്ക് ചെയ്താൽ പോരെ? സോ വിയുടെ ഡയമെൻഷൻ ആദ്യം നോക്കാം. വി ഇസ് വെലോസിറ്റി. വെലോസിറ്റി ഡയമെൻഷൻ ഇതിനകം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ അറിയേണ്ടാവും, എങ്കിലും ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, L/T അല്ലേ? സോ ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി വുഡ് ബി LT⁻⁻1. ഓക്കെ, ഇനി ഈ സൈഡ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് സെയിം ഡയമെൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്, റൈറ്റ്? സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ആദ്യം നോക്കാം. ഈ സൈഡാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിന് മാത്രം ഡയമെൻഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്താ? ആദ്യം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ വേണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് അല്ലേ? Gmm/r² ഓർ d². സോ FD² അല്ലെങ്കിൽ FR² മാസ് സ്ക്വയർ എന്ന് എടുക്കാം ഞാൻ. M×M ആണ്. സോ മാസ് സ്ക്വയർ ആണ് എന്ത് വരാൻ പോകുന്നത്? ജിയുടെ വാല്യൂ. ഓക്കെ, സോ ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് ജി എടുക്കുമ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ MLT⁻⁻2, L² റേഡിയസ് സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ M². ഓക്കെ, സോ ഒരു M വെച്ച് ക്യാൻസൽ ചെയ്തു. L³ ദാറ്റ് മീൻസ് M⁻⁻1 L³ T⁻⁻2. ഓക്കെ, ഇതൊക്കെ ഇപ്പം നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ, ഇൻടു M എന്ന് പറയുന്നത് we know it is mass, so M തന്നെയാണ് ഡയമെൻഷൻ വരാൻ പോകുന്നത് അല്ലേ? ഇൻടു ഡിവൈഡഡ് ബൈ റേഡിയസ്, സോ L വിൽ ബി ദ ഡയമെൻഷൻ, ഇതിൻ്റെ റൂട്ട് വാല്യൂ. ഇങ്ങനെയല്ലേ വരിക? നൗ M⁻⁻1ഉം M⁻+1ഉം, സോ M ഇവിടെ ക്യാൻസൽ ആയി പോയി.
ഓക്കെ, ഒരു എൽ വെച്ച് ക്യാൻസൽ ചെയ്തു, എൽ സ്ക്വയർ ആയി. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്നാണ്. റൂട്ട് എന്ന് പുറത്തെടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി എൽ ടി റേസ് ടു -1. ഓക്കെ, അപ്പോൾ ഈ സൈഡിന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ദ dimension of velocity. So LHS is equal to RHS. Thereby the equation is correct. Okay. So ഇവിടെ 3 മാർക്ക് വരുന്നത് എങ്ങനെയാ? ആദ്യം വെലോസിറ്റി ഡയമെൻഷൻ കണ്ടുപിടിക്കണം, അതിനൊരു മാർക്ക്. ഈ സെക്ഷന്റെ റൂട്ട് ഓഫ് GM/R ഡയമെൻഷൻ കണ്ടുപിടിക്കണം, ഒരു മാർക്ക്. പിന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ചിട്ട് LHSഉം RHSഉം ഈക്വൽ ആയതുകൊണ്ട് the equation is correct എന്ന് സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റും കൂടി എഴുതണം, അതിനും കൂടി ഒരു മാർക്ക് ഉണ്ടാവും. ഫൈൻ. നൗ obtain an expression for centripetal acceleration of a body in uniform circular motion. Okay, so centripetal acceleration equation നമ്മൾ എന്താ എഴുതുക? ജനറൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് AC is equal to V²/R ആണ് അല്ലേ? സോ ഇതിന്റെ ഡെറിവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുക? വിൽ കൺസിഡർ ദി സർക്കുലർ മോഷൻ. ഓക്കെ, സോ സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുന്നു. ഇനീഷ്യലി ഈ പൊസിഷൻ പി എന്നുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത് വിത്ത് പൊസിഷൻ വെക്ടർ ആർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ, ലീനിയർ വാല്യൂ ഡെൽറ്റ ആർ എന്ന് എടുക്കാം. ഓക്കെ, ടു എ പോയിന്റ് പി ഡാഷ് വിത്ത് പൊസിഷൻ വെക്ടർ ആർ ഡാഷ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിനാരിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വെലോസിറ്റി നോക്കുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ ടു ദ പോയിന്റ് അല്ലേ? ഇവിടെ വി എന്നുള്ള വെലോസിറ്റി, ഇവിടെ വി ഡാഷ് എന്നുള്ള വെലോസിറ്റി. ഓക്കെ, സോ ഇത്രയും നമുക്ക് കിട്ടി. ഫൈൻ. ഇനി ഈ വെലോസിറ്റി വെക്ടേഴ്സ് വെച്ചിട്ടുള്ള നമ്മൾ വെക്ടർ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെയും ഇങ്ങനെയുമാണ് ഇരിക്കുന്നത് അല്ലേ? സോ വി ആൻഡ് വി ഡാഷ്. സോ ടേക്കിംഗ് ദ റിസൾട്ടൻറ്റ് ഡെൽറ്റ വി. ഓക്കെ, ഇങ്ങനെ കിട്ടും. Fine, and we know that this triangle is similar to this triangle അല്ലേ? ഈ ആർ ഡെൽറ്റ ആർ ആർ ഡാഷ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതെടുത്ത ഒ പി പി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും ഈ പെർട്ടിക്കുലർ ട്രയാങ്കിൾ. റൈറ്റ്? സോ ഓൺ കൺസിഡറിങ് ദ സിമിലർ ട്രയാങ്കിൾസ് ആൻഡ് ദ റേഷ്യോ അല്ലേ? സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ R/R എടുത്താൽ ഡെൽറ്റ R/R ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ V/V അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ V/V. ഫൈൻ. സോ ഡെൽറ്റ V എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ V വിൽ ബി ഡെൽറ്റ R/R ഇൻറ്റു V. ഓക്കെ, ഇത് നമുക്ക് ഡെൽറ്റ വിയുടെ എക്സ്പ്രഷൻ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. ഈ സർക്കുലർ മോഷന്റെ ആക്സലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. റൈറ്റ്? സോ ഡെൽറ്റ വിയുടെ വാല്യൂ ഇതാണ്, ഡെൽറ്റ R/R ഇൻറ്റു V ബൈ ഡെൽറ്റ ടി അല്ലേ? അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് നോക്കിക്കേ. ദിസ് വുഡ് ബി ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി ഇൻറ്റു V ബൈ R എന്ന് കിട്ടും. ശരിയല്ലേ? ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് the velocity. Delta R here indicates the displacement, straight line distance between P and P dash. So that is displacement. So rate of change of displacement is velocity. So this would be V into V by R, that is V square by R. Okay. So thereby we get that the centripetal acceleration is equal to V square by R. ഇത്രയുള്ള സംഭവം. Okay അല്ലേ? So we could obtain the expression. Okay, അപ്പോൾ ആ ഡയഗ്രത്തിന് മാർക്ക് ഉണ്ടാവും, പിന്നെ ഈ ഡെറിവേഷൻ. ഓക്കെ, സോ എപ്പോഴും ഒരു ഡയഗ്രാം ഉള്ള ഡെറിവേഷൻ ആണെങ്കിൽ ദ ഡയഗ്രാം വിൽ ഹാവ് എ മാർക്ക്. ഓക്കെ, പിന്നെ ഷോ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് കോൺസ്റ്റന്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എപ്പോഴും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് അഗെയിൻ ഡയഗ്രാം ഹോൾസ് മാർക്ക്. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനീഷ്യലി എ എന്നുള്ളൊരു പൊസിഷൻ എടുക്കുന്നു അല്ലേ? അപ്പം എ എന്നുള്ളൊരു പൊസിഷൻ എടുക്കുന്നു വിച്ച് ഇസ് അറ്റ് എ ഹൈറ്റ്, ഗ്രൗണ്ട് ആയിട്ട് എടുക്കുകയാണ്, വിച്ച് ഇസ് അറ്റ് എ ഹൈറ്റ് CH ഫ്രം ദ ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ലെവലിനെ C എന്ന് മാർക്ക് ചെയ്യും. ഇനി ഇവിടെ നിന്ന് ഒരു X ഡിസ്റ്റൻസിലുള്ള മറ്റൊരു പോയിന്റ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു B. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ദിസ് ഡിസ്റ്റൻസ് വുഡ് ബി H മൈനസ് X. ഫൈൻ. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്? 3 സെക്ഷൻ ആയിട്ട് എടുക്കുക അല്ലെ? ആദ്യം അറ്റ് A നോക്കണം, പിന്നെ B, പിന്നെ C. ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യം അറ്റ് A നോക്കാം. Fine. So at
A എങ്ങനെയാണ് അറ്റ് എ എന്നുള്ള പോയിന്റിൽ എടുക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്തായിരിക്കും കൈനറ്റിക് എനർജി 0 ആയിരിക്കും ഇനീഷ്യലി ആ ബോഡി ഇവിടെയാണ് ഫ്രീലി ഫോളിംഗ് ബോഡിയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് ഉള്ളത് ഇവിടെയാണെങ്കിൽ ഇവിടെ ആ ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇല്ല ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് കൈനറ്റിക് എനർജി 0 ആണ് പൊട്ടൻഷ്യൽ എനർജി വുഡ് ബി മാക്സിമം ആൻഡ് ദാറ്റ് വുഡ് ബി ഈക്വൽ ടു mgh right h ആണ് from the ground our object distance is h so mgh would be the potential energy so thereby total energy എടുത്തു കഴിഞ്ഞാൽ total energy എന്ന് പറയുന്നത് എന്താ kinetic energy plus potential energy ആണ് total energy that would be 0 plus mgh that is mgh okay so ഇവിടെ നമുക്ക് total energy കിട്ടി ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം at b fine at b എങ്ങനെയാ വരാന്നുള്ളത് നോക്കണം at b potential energy എന്ന് പറയുന്നത് എന്തായിരിക്കും mg into h ആയിരിക്കില്ല കാര്യം ഗ്രൗണ്ടിൽ നിന്ന് b എന്നുള്ള പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് നോക്കേണ്ടത് ദാറ്റ് ഇസ് h മൈനസ് എക്സ് അല്ലേ അപ്പോൾ mg into h മൈനസ് എക്സ് ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ ആണ് ആവശ്യം അല്ലേ വി സ്ക്വയർ എന്താണെന്ന് അറിയണം ദാറ്റ് ഇസ് from the relation v square minus u square is equal to 2as u എന്ന് പറയുന്നത് 0 ആണ് so v square മാത്രമേ ഈ സൈഡിൽ വരുള്ളൂ ഇവിടെ നിന്ന് വരും 2 and the acceleration here would be acceleration due to gravity g and the distance ഈ കേസിൽ b എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് പറയുന്നത് എന്തായിരിക്കും x ആയിരിക്കും അല്ലേ so this is the case 2gx എന്ന് കിട്ടും ഫൈൻ അപ്പോൾ v സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2gx ആണ് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് v square 2gx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ക്യാൻസൽ ആയി mgx എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി എടുത്താലോ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് വുഡ് ബി mgh മൈനസ് mgx എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജിയുടെ മാത്രമാണ് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു mgh മൈനസ് mgx പ്ലസ് കൈനറ്റിക് എനർജി കൂടി ഉണ്ട് mgx സോ പ്ലസ് ആൻഡ് മൈനസ് mgx ക്യാൻസൽ ആവും അല്ലേ സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് mgx പ്ലസ് mgx എന്ന് കിട്ടി ഇത് ക്യാൻസൽ ആയിട്ട് വിൽ ഗെറ്റ് ദ ടോട്ടൽ എനർജി ടു ബി mgh ഹിയർ ഓക്കെ ഇനി നമുക്ക് സി എന്നുള്ള സെക്ഷൻ നോക്കാം റൈറ്റ് അറ്റ് സി എന്താ സംഭവിക്കണേ അറ്റ് സി പൊട്ടൻഷ്യൽ എനർജി വുഡ് ബി 0 കാര്യം ഗ്രൗണ്ടിലെത്തി അല്ലെ h 0 ആണ് സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് 0 പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ബൈ ദ സിമിലർ കൺസിഡറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ആകെ വരാൻ പോകുന്ന മാറ്റം ഡിസ്പ്ലേസ്മെന്റിലാണ് അല്ലേ സോ കൈനറ്റിക് എനർജിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ ഡിസ്റ്റൻസ് ഇസ് h അപ്പോൾ എന്താ വരിക ഈ കേസിൽ ഇവിടെ നമുക്ക് v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടും ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് ഹിയർ എന്താ വരിക ഇവിടെ ഹാഫ് എം വി സ്ക്വയർ ആണ് വി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഈ കേസിൽ 2gh ആണ് വരിക സോ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ദിസ് വുഡ് ബി mgh അല്ലേ again we are going to calculate the total energy kinetic energy plus potential energy which is equal to 0 plus mgh potential energy 0 ആണ് so this would be mgh അല്ലേ അപ്പോൾ സെക്ഷൻ എയിലും ടോട്ടൽ എനർജി mgh സെക്ഷൻ ബിയിലും ടോട്ടൽ എനർജി ഈസ് mgh സെക്ഷൻ സിയിലും ടോട്ടൽ എനർജി ഈസ് mgh hence we could prove that the total mechanical energy is constant okay അപ്പോൾ ഓരോ സെക്ഷനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് 3 മാർക്സ് ഇവിടെ വരുന്നത് ക്ലിയർ അല്ലേ സോ ദാറ്റ്സ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞതെല്ലാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം The value of acceleration due to gravity decreases with depth, isn't it? Now, derive an expression for acceleration due to gravity g at a depth d below the surface of Earth. Okay, so നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വിത്ത് ഡെപ്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d below the surface of Earth. ഫൈൻ സോ അതാണ് ആദ്യം നമുക്ക് നോക്കാം സോ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എർത്തിന്റെ സർഫസിൽ നിന്ന് അല്ലെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഡെപ്ത് ഡിയിലുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം ഫൈൻ അപ്പൊ ഈ സെക്ഷനിൽ എവിടെ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ സോ ഇവിടെ നോക്കിക്കേ നമുക്കറിയാം ജനറലി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ ദാറ്റ് ഇസ് gm by r square where r is the radius of the earth right
And what about the m? M is the mass of the earth, isn't it? അപ്പോൾ mass നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? Mass എന്ന് പറയുന്നത് എന്താ? Mass of earth എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും അല്ലേ? If I am taking rho to be the density of earth, this is the equation. Now volume എന്ത് വരും? It will be 4/3 pi r cube, where r is the radius of the earth and rho is the density here. So mass എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ G will be equal to capital G by R square into മാസിന്റെ സ്ഥാനത്ത് എന്ത് വരും? 4/3 pi r cube rho എന്ന് വരും, isn't it? അപ്പോൾ നോക്കിയേ, r സ്ക്വയറും ഇവിടെ r ക്യൂബ് കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു, ഒരു r മാത്രമേ ബാക്കിയുള്ളൂ. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് G to be 4/3 G pi r rho, and that is the value of G. ഓക്കെ, അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 4/3 G pi r rho. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അറ്റ് ഡെപ്ത് ഡി നമ്മളൊരു മാസ് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ് ഓഫ് എം ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം അല്ലേ? സോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് the acceleration due to gravity in that case would be what it will be, that G at the depth D എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്തായി മാറും? ഇൻ ദാറ്റ് കേസ് മൊത്തത്തിലുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് r, this distance is d, so this distance would be r minus d. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് ഓഫ് എർത്ത് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടത് r മൈനസ് ഡി എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഫൈൻ, ആൻഡ് വി നോ ദാറ്റ് അറ്റ് ദിസ് സെക്ഷൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി 0. ശരിയല്ലേ? അറ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നില്ല. ഫൈൻ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദിസ് ഡെപ്ത്, വാട്ട് ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ r എന്നുള്ള സ്ഥാനത്ത് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റേഡിയസ് ആയി കൺസിഡർ ചെയ്യേണ്ടത് എന്തായിരിക്കണം? r മൈനസ് ഡി ആയിരിക്കണം. ഓക്കെ, സോ ബൈ സിമിലർ കൺസിഡറേഷൻ വിൽ ഗെറ്റ് ദിസ് ടു ബി 4/3 G pi rho into r minus d എന്ന് കിട്ടും. So we got the acceleration due to gravity at the surface of the earth and acceleration due to gravity at depth d. Fine, and now we are going to take the ratio of these two. അപ്പോൾ എന്താ വരിക? GD by G ചെയ്യുന്ന സമയത്ത് that would be 4/3 G pi rho r minus d divided by 4/3 G pi rho into r. ശരിയല്ലേ? സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. ഇവിടെ എന്ത് ബാക്കി വരും? r മൈനസ് ഡി ബൈ ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ r ബൈ ആർ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ r ബൈ ആർ മൈനസ് ഡി ബൈ ആർ, ദാറ്റ് ഈസ് 1 മൈനസ് ഡി ബൈ ആർ ആയിരിക്കും ജി ഡി ബൈ ജി എന്ന് പറയുന്നത്. ഫ്രം ദിസ് വി ഗെറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി ടു ബി ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, അപ്പോൾ ഏതൊരു ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനാണെങ്കിലും വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് റിലേഷൻ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, സോ വി കുഡ് ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. അത് കിട്ടി. ഇനിയോ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ബോഡി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്നാണ് ചോദ്യം. ഫൈൻ, സോ സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ശരിയല്ലേ? സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പോൾ അറ്റ് ഡെപ്ത് ഈ ഒരു പൊസിഷൻ വരെ ഉണ്ട്. ഡെപ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ റേഡിയസ് ആയി മാറി. ശരിയാണല്ലോ? അപ്പോൾ ആ കേസിൽ വെയിറ്റ് ഓഫ് ദ ബോഡി എന്തായിരിക്കും? വി നോ ദാറ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ്. സോ എം ഇൻറ്റു ജി ആണ്. സോ നമുക്ക് സെൻറ്റർ ഓഫ് ദ എർത്തിലുള്ള ജി വാല്യൂ അറിയണം, എങ്കിലേ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ d is equal to r ആണ്. and now we know that at a depth d ഉള്ള equation g into 1 minus d by r എന്നുള്ളതാണ്. and if d is equal to r എന്ത് പറ്റും? r by r ആവും അല്ലേ? ഈ d എന്ന് പറയുന്നത് r ആവും. r by r is 1, so 1 minus 1 is 0, so you get this to be 0. Right? അങ്ങനെയാണ് we could understand that the weight of object at the center of the earth is 0. Why? The acceleration due to gravity there is 0. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡെറിവേഷന് 2 മാർക്ക് വരുന്നുണ്ട്, ഇതിന് 1 മാർക്ക്. ആ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്ത് ഡി ഇസ് ഈക്വൽ ടു ആർ എന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. ഫൈൻ, ഇവിടെ നമ്മൾ ഈ 2 റേഷ്യോസും കൺസിഡർ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് റേഷ്യോ എടുക്കുന്നതിനാണ് ആ 2 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ് പാസ്കൽസ് ലോ.
നമുക്ക് സ്റ്റേറ്റ്മെന്റ് അറിയാം അല്ലേ? ഇഫ് വി ആർ നെഗ്ലെക്റ്റിംഗ് ദ ഗ്രാവിറ്റി, ദ പ്രഷർ അറ്റ് എവറി പോയിന്റ് ഓഫ് ലിക്വിഡ് അറ്റ് ഇക്വിലിബ്രിയം ഓഫ് റെസ്റ്റ് ഇസ് ദ സെയിം അല്ലേ? അല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റ് വേയിൽ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ വൺ പോയിന്റ് ഓഫ് ദി ലിക്വിഡ് in equilibrium of rest, it is transmitted equally to all parts if provided the effect of gravity is neglected. So അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ കൊടുക്കാം. ഫൈൻ. ഇനി രണ്ടാമത്തെ question എന്താ, part of the question എന്താ നോക്കിയേ. The schematic diagram of hydraulic lift is shown in figure. Using Pascal's law, find the value of F2 in terms of A1 and A2. Okay, and A1 and A2 are the areas of the piston. So ഇവിടെ തന്നിരിക്കുന്നത് എന്താ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് F2 ആണ്. അതായത് ഏത് ഫോഴ്സ് വെച്ചിട്ടായിരിക്കും ഈ ലിഫ്റ്റിനെ നമ്മൾ വലിക്കുന്നത് അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ നമ്മളൊരു സ്മോൾ ക്രോസ് സെക്ഷൻ ഏരിയ ആണുള്ളത് ആൻഡ് വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് F1 ഓവർ ദെയർ ടു ദിസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 അല്ലേ? അപ്പോൾ ഒരു ഫോഴ്സ് ഒരു ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ ദർ വിൽ ബി എ പ്രഷർ ക്രിയേറ്റഡ്. വി റെപ്രസെന്റ് ഇറ്റ് യൂസിങ് P. ഓക്കെ, P എന്ന് പറയുന്ന ഒരു പ്രഷറോട് ക്രിയേറ്റഡ് ആയി ആൻഡ് ദാറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു F1 ബൈ A1. ഓക്കെ, നൗ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ദിസ് പ്രഷർ ഇസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു all the points in the liquid of rest, right? In equilibrium of rest. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബൈ പാസ്കൽസ് ലോ ആണ് നമ്മൾ പറയുന്നത് അല്ലേ? എന്താ, ഈ പ്രഷർ ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത്. അപ്പോൾ ഈ പ്രഷറാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഫൈൻ. സോ വെൻ എ പ്രഷർ ഇസ് എക്സേർട്ടഡ് ഓൺ എ ക്രോസ് സെക്ഷണൽ ഏരിയ A2, a force is generated which is F2. So we know that F2 will be equal to the pressure into area. ഓക്കെ, ആ സെക്ഷനിലെ ഏരിയ A2 ആണ്. സോ ഞാൻ A2 എന്ന് എഴുതി. പ്രഷറിന് ഇക്വേഷൻ എന്താ? F1 ബൈ A1 അല്ലേ? അപ്പോൾ F1 ബൈ A1 ഇൻറ്റു A2 എന്നുള്ളതായിരിക്കും F2ൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് A1 ആൻഡ് A2. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് അല്ലേ? സോ ഫോർ ദാറ്റ് യു വിൽ ഗെറ്റ് 2 മാർക്സ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ആ പ്രഷറിൻ്റെ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് എത്തണം. അതിനാണ് 2 മാർക്ക്. ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് യു ഹാവ് 1 മാർക്ക്. ടോട്ടൽ 3 scores. Fine. Now moving on to the 20th question. Among the various modes of heat transfer, which one is the fastest? ഏതൊക്കെയാണ് നമ്മുടെ modes of heat transfer? Conduction, convection and radiation ആണല്ലോ. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി കൺസിഡർ ചെയ്യപ്പെടുന്നത് ഏതാ? That is radiation. മീഡിയം ഒന്നും വേണ്ട അല്ലേ? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ടു പ്രൊപ്പഗേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ റേഡിയേഷൻ ആണ് നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി കൺസിഡർ ചെയ്യുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത എന്താ? A pan filled with hot food cools from 94 degrees Celsius to 86 degrees Celsius in 2 minutes when the room temperature is at 20 degrees Celsius. How long will it take to cool from 71 degrees Celsius to 69 degrees Celsius? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ഫുഡാണ്, ഒരു പാനിലുള്ള ഹോട്ട് ഫുഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് 2 മിനിറ്റ്സിലാണ്, വേർ ദ റൂം ടെമ്പറേച്ചർ വാസ് 20 degrees Celsius. ഓക്കെ, ഇനി ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കാനായിട്ട് എത്ര മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ എടുക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം ഇതിനെ ബേസ് ചെയ്തിട്ട്. എന്താണ് ഇക്വേഷൻ? വി നോ ദാറ്റ് ദർ ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ T. ശരിയല്ലേ? ഈ ഇക്വേഷൻ നമുക്കറിയാലോ. ഫൈൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഫസ്റ്റ് കേസിൽ എന്താണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്? അത് വെച്ച് എനിക്ക് കെയുടെ വാല്യൂ കിട്ടണം അല്ലേ? എങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് അറിയാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽറ്റ ടി എനിക്ക് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് എടുത്ത് ഡിഫറൻസ് എടുത്താൽ മതി. പക്ഷെ കെയുടെ വാല്യൂ എനിക്ക് അറിയില്ല അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസ് വെച്ച് ഞാൻ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് സെക്കൻഡ് കേസിൽ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിയേ, 94 to 86 ആണ് ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ 94 degrees Celsius minus 86 divided by അതിനടുത്ത ടൈം ഡ്യൂറേഷൻ 2 minutes ആണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത് അല്ലേ? 2 minutes ആണ് അതിനെടുക്കുന്ന ടൈം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഐ ഡോണ്ട് നോ ദ കെ വാല്യൂ, ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ഇനി ഡെൽറ്റ ടി വേണം. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ടൈം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ മൈനസ് ദ റൂം ടെമ്പറേച്ചർ ആണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ടി ആവറേജ് എന്ന് പറയുന്നത് എന്താ? ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് 94 plus 86 by 2, that is 180 by 2, that is 90.
ഓക്കെ, അപ്പോൾ ടി ആവറേജ് 90 ആണെങ്കിൽ ഡെൽറ്റ ടി വിൽ ബി 90 മൈനസ് ഇവിടെ നമ്മുടെ റൂം ടെമ്പറേച്ചർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദാറ്റ് വിൽ ബി 90 മൈനസ് 20 വിച്ച് ഈസ് 70 ഡിഗ്രി സെൽഷ്യസ്. സോ ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്ക് 70 എന്ന് കിട്ടി. ഫൈൻ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ, ശരിയല്ലേ? ഇതിൽ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. 94 മൈനസ് 86 എന്ന് പറയുമ്പോൾ എത്രയാ? 8 വരും അല്ലേ? 94 മൈനസ് 86 ഇസ് 8. അപ്പോൾ 8/2 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 70 അല്ലേ? അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് 8/2 ഇൻറ്റു 70 എന്ന് വരും വിച്ച് ഇസ് 140. സോ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി, ഫ്രാക്ഷനായി തന്നെ ഇടാം തൽക്കാലം. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ 8/140 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് വെച്ച് നെക്സ്റ്റ് കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് കേസിൽ എന്താ വരുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ നോക്കിക്കേ, 71 to 69 ആണ് അല്ലേ? അപ്പോൾ 71 to 69 എന്ന് പറയുമ്പോൾ 71 to 69 അതിനെടുക്കുന്ന ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ എന്താണ്? 8/140 ഇൻറ്റു ഡെൽറ്റ ടി വേണം അല്ലേ? ഡെൽറ്റ ടി ഈ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് ടി എന്തായിരിക്കും ഇവിടെ? 71 പ്ലസ് 69/2 വരും, isn't it? Okay, so 71 plus 69 means what? That would be 140, right? So 140/2 means it will be 70 degrees Celsius. Okay, അത് ടി ആവറേജ് ആണ്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? 70 മൈനസ് റൂം ടെമ്പറേച്ചർ 20 which is 50. So in this case the delta T is 50. Clear അല്ലേ? So ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു and we are going to find the value of T here. Okay, അപ്പോൾ 71 minus 69 എന്ന് പറയുമ്പോൾ that is 2. Okay, 2/T is equal to 8/140 into 50 അല്ലേ? 8/140 into 50. ഫൈൻ, നമുക്ക് വേണ്ടത് എന്താ? ടി ആണ്. അപ്പോൾ T/2 എടുത്തു കഴിഞ്ഞാൽ, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ that would be what? It will be 140/8 into 50 or T will be equal to 140 into 2/8 into 50 and that would be 0.7 അല്ലേ? 0.7 മിനിറ്റ്സ് ആണ് കിട്ടുക, അതായത് 42 എന്ന് പറയാം, റൈറ്റ്? 42 ആണ്, അതായത് 42 സെക്കൻഡ്സ് അല്ലേ? 42 സെക്കൻഡ്സ് നമുക്ക് കിട്ടും. 0.7 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 42 സെക്കൻഡ്സ് ഇതാണ് നമുക്ക് കിട്ടുന്ന ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ടായിരിക്കും അത് കൂൾ ചെയ്ത് വരുന്നത്. ഫൈൻ, അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ കെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഒരു മാർക്ക്, ആ കെ വാല്യൂ വെച്ച് നമ്മൾ ഈ ടൈം കണ്ടുപിടിക്കുന്നതിന് ഒരു മാർക്ക്. അങ്ങനെയാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. Now let's discuss the next question. The pressure exerted by a gas is given by the equation P is equal to 1/3 nm V bar square. N is the number density of molecules, m is mass of each molecule and V bar square is the mean of the squared speed. Okay, find the average kinetic energy of a molecule. Okay, average kinetic energy of a molecule. ഒരു സിംഗിൾ മോളിക്യൂളിലെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് and we have to start from this equation, right? So നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, സോ പ്രഷർ ഇക്വേഷൻ തന്നിരിക്കുന്നത് എന്താ? 1/3 nm V bar square. നമുക്കറിയാവുന്ന റിലേഷൻ ആണിത് അല്ലേ? ഇതിൽ നമുക്ക് വേണ്ടത് എന്താ? ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ഫൈൻ, അപ്പോൾ ആദ്യം നമുക്ക് മൊത്തത്തിലുള്ള കൈനറ്റിക് എനർജിയെ കുറിച്ച് ഒരു ധാരണയാണ് അല്ലേ? കൈനറ്റിക് എനർജി ഓഫ് 1 mole ഓഫ് ഗ്യാസ് കൺസിഡർ ചെയ്യാം. അതിനുവേണ്ടി ഐ എം ഗോയിങ് ടു കൺസിഡർ n into m എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഡെൻസിറ്റി ആൻഡ് മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ. ദാറ്റ് വിൽ ഗിവ് യു ദ ഡെൻസിറ്റി അല്ലേ? ദാറ്റ് ഈസ് യുവർ ഡെൻസിറ്റി വിച്ച് ഇസ് ഗിവൺ ടു ബി മാസ് ബൈ വോളിയം. മാസ് ഓഫ് ദ എൻറ്റയർ മോൾ ഓഫ് ഗ്യാസും വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് വോളിയമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് വുഡ് ബി 1/3 m/v into V bar square എന്ന് കിട്ടും. Okay, so ഈ V ഞാൻ ഇങ്ങോട്ട് എടുത്താൽ I'll get PV to be equal to 1/3 m V bar square. ഈ V bar എന്താ? ആവറേജ് ആയിട്ടുള്ള മീൻ സ്ക്വയർഡ് സ്പീഡ് ആണ് കേട്ടോ. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു റിലേഷൻ ആണ് PV is equal to RT അല്ലേ? അപ്പോൾ PVക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നു. വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് ഇറ്റ്. അപ്പം എന്ത് വരും? 1/3 m V bar square is equal to RT എന്ന് കിട്ടും. ഈ RT ഞാൻ ഈ 3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 1/3 ഇങ്ങോട്ട് എത്തുമ്പോൾ ദാറ്റ് വിൽ ബി 3RT അല്ലേ? 3RT എന്ന് എനിക്ക് കിട്ടി. എനിക്ക് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനിലേക്ക് എത്തണ്ടേ. ഇവിടെ മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഹാഫും കൂടെ വേണം. സോ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ എൻറ്റയർ ഇക്വേഷൻ വിത്ത് ഹാഫ്. അപ്പോൾ ഹാഫ് m V bar square is equal to 3/2 RT എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് 1 mole.
Okay, and we know that this is relation considering or relating kinetic energy and temperature. Okay, kinetic energy and temperature relate ചെയ്യുന്ന ഒരു മേജർ റിലേഷൻ കൂടിയാണിത്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി, പക്ഷെ നമുക്ക് ഈ റിലേഷൻ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പോരണം. ഓക്കെ, കാരണം ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, 3 സ്കോറാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് എന്താ വേണ്ടേ, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളത് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാസിൽ നിന്ന് എനിക്ക് ഒരു മോളിക്യൂളിന്റെ മാസിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ മാറണം. അതിന് ഞാൻ എന്ത് ചെയ്യും, മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു n into mLA, where capital M is the number of molecules in 1 mole of gas and m is mass of each molecule. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ എമ്മിനെ എനിക്ക് m into m എന്ന് എഴുതാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n into m v bar square is equal to 3/2 RT എന്ന് വന്നു. റൈറ്റ്, ഇനി ഈ n എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ ആയി അല്ലേ, v bar square ആവറേജ് വെലോസിറ്റി സ്ക്വയർഡ് വെലോസിറ്റി ആണ്. സോ ഹാഫ് m v square would be the average kinetic energy of a single molecule and that is equal to എന്താ കിട്ടുക, 3/2 R, ഈ n ഇങ്ങോട്ട് വന്നു, R/n into T എന്ന് കിട്ടും. Okay, and what is R/n? R/n is Boltzmann constant Kb. So എനിക്ക് half m v bar square നെ alternately 3/2 kbt അല്ലെങ്കിൽ kt എന്ന് എഴുതാം. Okay, and this is the equation for average kinetic energy of a molecule. Okay, so let's move on to the next question. The displacement of a particle executing SHM is y is equal to a sine omega t, where a is the amplitude and omega is the angular frequency. Draw the variation of velocity of the particle with time. Okay, so ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, വേരിയേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് ടൈം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, എ സൈൻ ഒമേഗ ടി, സിനുസോയിഡൽ വേവ് അല്ലെ, എക്സിക്യൂട്ടിംഗ് SHM. സോ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ യു ഹാവ് time over here and velocity over this side. So ingane varum graphically ingane varum. Okay, so this is how you are getting the graphical representation to be. ശരിയല്ലേ, നമുക്ക് എന്താ കിട്ടുന്നേ, നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ എടുക്കാൻ പറഞ്ഞേ. വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കാൻ പറയുമ്പോൾ ഇവിടെ ടൈമും ഇവിടെ വെലോസിറ്റിയും എടുത്ത സ്ഥിതിക്ക് കൺസിഡറിങ് ഈ സെക്ഷൻസ് അല്ലേ, നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക, ഇങ്ങനെ 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 ഇങ്ങനെയാണ് പോവുക. റൈറ്റ്, ഇങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടാൻ പോകുന്നത്, സോറി ഗ്രാഫ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും, കാരണം നമുക്ക് എടുത്തുള്ളത് ഒരു സിനുസോയിഡൽ വേവ് ആണ് അല്ലേ, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ ദ ഷേപ്പ് വുഡ് ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്, ഇതിൽ തന്നെ a 2 kg body performs SHM of amplitude 20 cm and the restoring force acting at that position is 50 Newton. Find the acceleration and kinetic energy of the particle when the displacement is 10 cm. ഓക്കെ, അപ്പം നമ്മളോട് ആക്സിലറേഷൻ കാണാനും പറഞ്ഞിട്ടുണ്ട്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്. അപ്പോൾ ആക്സിലറേഷൻ കാണണം എന്നുണ്ടെങ്കിൽ വി ആർ കൺസിഡറിങ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ, യു ഹാവ് ദാറ്റ് ടു ബി മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. റൈറ്റ്, സോ നമുക്ക് ഒമേഗയുടെ വാല്യൂ വേണം അല്ലേ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിലും അതെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിലും അതെ, നമുക്ക് ഒമേഗയുടെ വാല്യൂ വേണം അല്ലേ. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് kinetic energy is equal to half m omega square into a square minus x square. Okay, this was the expression for kinetic energy. അപ്പോൾ ഇത് രണ്ട് കണ്ടുപിടിക്കണമെങ്കിലും എനിക്ക് ഒമേഗ വേണം അല്ലേ. ഒമേഗയുടെ ഇക്വേഷൻ എന്താ, ഒമേഗ is equal to root of k by m. ഫൈൻ, അപ്പോൾ നമുക്ക് k വേണം. k കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, k is equal to force by amplitude f by a. ഫോഴ്സിൻ്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ, force at that position is 50 Newton അല്ലേ, restoring force 50 Newton ആണ്, amplitude is 20 centimeter, right, amplitude is 20 centimeter, force is 50 Newton. അപ്പോൾ അതിവിടെ വരുന്ന സമയത്ത് 50 divided by 20 centimeter ആണ്, so that would be 20 into 10 raised to minus 2. Okay, so എന്താ വരിക, 50 by 20, 5 by 2, 2.5, 2.5 into 10 raised to 2 Newton per meter ആണ് കെയുടെ വാല്യൂ വരിക. ഓക്കെ, ആൻഡ് ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ. ഓക്കെ, സോ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.5 into 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് എന്താ തന്നിരിക്കണേ നോക്കിക്കേ, ഇറ്റ് ഇസ് എ 2 kg ബോഡി. അപ്പോൾ മാസ് എന്ന് പറയുന്നത്
2 ആയിരിക്കും. Okay, on simplifying I'll get this to be 11.2 radian per second. Okay, so that is the value of omega. ഇനി എനിക്ക് ആക്സിലറേഷൻ കൈനറ്റിക് എനർജിയും കാണാം അല്ലെ. ആക്സിലറേഷൻ എങ്ങനെ വരും? ദാറ്റ് ഇസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ദാറ്റ് ഇസ് 11.2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്. എക്സിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. ഡിസ്പ്ലേസ്മെന്റ് ഇസ് 10 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 മീറ്റർ. ഓക്കെ, 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. Fine. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 11.2 the whole square into 10 into 10 raised to minus 2. 10 into 10 raised to minus 2 means that is 0.1 അല്ലേ. സോ ഇത് 0.1 ആണ്. 11.2 the whole square കൂടെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇത് 125.44 വരും ഇൻറ്റു 0.1. അപ്പോൾ 12.54 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദ kinetic energy, isn't it? So kinetic energy എങ്ങനെ കാണുക? We have the equation. Kinetic energy equation എന്താണ്? It is equal to half m omega square into a square minus x square അല്ലേ. അപ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 2 kg ആണ്. ഒമേഗ സ്ക്വയർ എന്താ? ഒമേഗയുടെ വാല്യൂ കിട്ടിയ 11.2 the whole square into a square എന്ന് പറയുന്നത് എന്താ? ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗിവൺ ടു ബി 20 സെന്റിമീറ്റർ. സോ 20 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 അല്ലേ. അതാണ് ആംപ്ലിറ്റ്യൂഡ്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. അപ്പോൾ 10 റേസ് ടു മൈനസ് 2 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ 10 റേസ് ടു മൈനസ് 4 വരും. ആംപ്ലിറ്റ്യൂഡ് ഇസ് 20 സ്ക്വയർ ഇസ് 400 മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് 10. സോ 10 സ്ക്വയർ ഇസ് 100. ഓക്കെ, സോ എന്താ കിട്ടുക? 400 minus 100, 300 into 10 raised to minus 4. Okay, so ഇത് simplify ചെയ്യുമ്പോൾ 2 cancel ആയി. 11.2 the whole square is 125.44 3 into 300 into 10 raised to minus 4 എന്ന് വരും അല്ലേ. So on simplifying 300 into this, that is 7,632 into ഇവിടെ 10 raised to minus 4 കൂടി ഉണ്ട് അല്ലേ. So 1 2 3 4 3.76 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടണേ ഫോർ കൈനറ്റിക് എനർജി. സോ യു ഗോട്ട് ഇറ്റ് ടു ബി 3.76 joules. ഓക്കെ, സോ യു ഗോട്ട് ദ ആക്സിലറേഷൻ ആൻഡ് കൈനറ്റിക് എനർജി. അത്രയല്ലേ ഉള്ളത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ കാണാൻ 1 മാർക്ക്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനും 1 മാർക്ക് വരും. അപ്പോൾ ഒമേഗ കാണുന്നതിന് ഹാഫ് അങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി answer any 3 questions from 23 to 27. Each carries 4 scores. Okay, a particle is moving along x-axis with uniform positive acceleration. Obtain an expression for displacement by drawing VT graph. Yes, velocity time graph il ninna you have to get an expression for displacement. അല്ലേ, നമ്മളിത് ചെയ്യുന്നതാണ് അല്ലേ. എങ്ങനെയാണ് കിട്ടുക? നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാറ്? ഹിയർ വി ഹാവ് ദ ടൈം ആൻഡ് ഹിയർ യു ഹാവ് ദ വെലോസിറ്റി. ഓക്കെ, ഇവിടെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. സോ എങ്ങനെ എടുത്തിരുന്നേ? ഇങ്ങനെയാണ് ഗ്രാഫ് എടുത്തിരുന്നത്. സോ ദിസ് ഇസ് യുവർ ഇനീഷ്യൽ വെലോസിറ്റി u and here you have the final velocity v. Total time taken here is t. Okay, so വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ് നമ്മൾ. ഇങ്ങനെയാണ് കിട്ടുക. സോ 0 ഇങ്ങനെ വരും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിൽ ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 2 സെക്ഷൻസ്. നമുക്ക് കിട്ടേണ്ടത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഏരിയ കണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണണം എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലെ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും വരും അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോൾ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇസ് 0 to t, that is t, and breadth is 0 to u. So ut will be the area of the rectangle. ഇനി ട്രയാങ്കിളിൻ്റെ കേസിൽ എങ്ങനെയാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഹാഫ് ഇൻറ്റു ബേസ് എന്താ? ഇതാണ് ബേസ്, ദാറ്റ് ഇസ് 0 to t. t തന്നെയാണ്. ഓൾട്ടിറ്റ്യൂഡ് ഇസ് ദിസ് ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. ഈ ഓൾട്ടിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ദാറ്റ് ഇസ് v മൈനസ് u. ശരിയല്ലേ? v മൈനസ് u ആയിരിക്കും. Okay, any v minus u എന്ന് പറയുന്നത് എന്താണ്? We know that from the first equation v minus u is equal to at. v is equal to u plus at. v minus u is at. So v minus u ന് പകരം എനിക്ക് at എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So ut plus half into t into at, that is
AT square, and thereby you got the equation for the displacement. S is equal to UT plus half AT square. Okay, that is the first part. Any next a ball is thrown vertically upwards with a velocity 20 meter per second from the top of a tower of height 25 meter from the ground. How long does it remain in air? Okay, air from the ground 25 meter height tower. Now, height again we are taking h is equal to ut plus half gt square in the equation right? So here in this case height it is raised upwards. Minus 25 ആണ്. 25 is the height. So minus 25 height and it is thrown with the velocity 20 meter per second. So u is 20 meter per second. 20. Okay, T namukku kandupidikkanam adu ariyilla. That's what you have to find. How long does it remain in air ennalladana kandupidikkendathu. And so 20t minus half gt square. G യുടെ value 10 എടുക്കാം എന്നുള്ളത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് വരും? This would be minus half. Minus എന്താ വന്നേ? Plus half into g യുടെ value ആണ് minus വരുന്നത് because we are considering the thrown upward case അല്ലേ? അപ്പോൾ minus 10 t square എന്നാണ് വരിക. അപ്പോൾ minus 10 by 2 is minus 5. അപ്പോൾ minus 5 t square എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്നത് എന്താണ് നമുക്ക് കിട്ടുക? ഈ minus 5 t square ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5 t square minus 20 t minus 25 equal to 0 എന്ന് കിട്ടും. You are getting a quadratic equation. Okay, അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. minus b plus or minus root of b square minus 4ac by 2a അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ തന്നെ പഠിച്ചതാണ്. സോ അത് വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് you will get the value of t to be 5 seconds. രണ്ട് വാല്യൂ കിട്ടും. I think minus 1 കൂടി കിട്ടും because we know that time is having no negative value. So positive value എടുക്കുക. t is equal to 5 seconds. Okay, now we have to move on to the next question. A child of mass 30 kilogram is standing inside a lift. What happens to the apparent weight of the child if the lift is moving up with the uniform acceleration? Yes, uniform acceleration la lift മുകളിലേക്ക് പോവാണെങ്കിൽ കുട്ടിയുടെ apparent weight എന്താവും? That will increase അല്ലേ? But that increases. Okay? Next question എന്താ? Write an expression for the apparent weight of the child. Yes, apparent weight of the child എങ്ങനെയാണ് കണ്ടുപിടിക്കുക? The net upward force on the person. നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? R minus mg അല്ലേ? And that is equal to ma. Okay, so apparent weight കാണണമെങ്കിൽ R is equal to എന്താണ്? mg plus ma. m common ആയിട്ട് എടുക്കുമ്പോൾ m into g plus a. And this is the expression. Okay, so ഇതാണ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. R is equal to m into g plus a. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ചെറിയൊരു എക്സ്പ്രഷൻ ആണത് അല്ലേ? Now find the apparent weight of the child if the lift is moving down with a constant acceleration 5 meter per second square. Okay, now the lift is moving down with a constant acceleration 5 meter per second square. അപ്പോൾ apparent weight കാണണം. നമ്മുടെ ഇക്വേഷൻ എന്താണ് apparent weightന്റെ? m into g plus a അല്ലേ? മാസ് ഓഫ് ദാറ്റ് ചൈൽഡ് എത്ര തന്നിരിക്കുന്നത്? 30 kg ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ m is 30 kg. g യുടെ വാല്യൂ എന്താ? നമുക്കറിയാം it is 10 അല്ലേ? നമുക്ക് g യുടെ വാല്യൂ നമുക്ക് 10 എന്ന് എടുക്കാം. And acceleration is given to be 5. a യുടെ വാല്യൂ 5 ആണ് തന്നിരിക്കുന്നത് and it is moving down. So 10 minus 5. അപ്പോൾ 10 minus 5 വരുമ്പോൾ it is 5. 5 into 30 that is 150 Newton. Okay, so apparent weight of the child would be 150 Newton if the lift is moving down with a constant acceleration 5 meter per second square. Clear aanallo? Okay, now moving on to the next question. Tau is the torque and L is the angular momentum of rotating rigid body. Show that tau is equal to dl by dt. Okay, so dl by dt is equal to tau എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി we'll take dl by dt. L എന്ന് പറയുന്നത് എന്താ? We know that L is R cross P. And L എന്താണ്? It is the angular momentum അല്ലേ? So it is R cross P, right? So d by dt of R cross P എന്ന് നമുക്ക് പറയാം dl by dt നെ, right? Now ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ we have to use the product rule. അപ്പോൾ എങ്ങനെയാ വരിക? The derivative of the first function cross the second function plus the first function cross derivative of the
second. Okay, now ഇവിടെ നോക്കിയേ dr by dt അതെന്താണ് velocity cross p എന്ന് പറയുന്നത് എന്താ momentum which is m into v, right, plus r cross dp by dt എന്താ from second law we know it is force, right, rate of change of momentum is equal to force. So ഇങ്ങനെ കിട്ടി. ഇനി m into v cross v വരുന്നുണ്ട്, so that would be 0, so this term will become 0 and here you have r cross f. r cross f എന്ന് പറയുന്നത് എന്താണ്? That is torque, അല്ലേ? Torque is equal to r cross f. അതിവിടെ substitute ചെയ്യുമ്പോൾ we have dl by dt to be equal to torque. Okay, ഈ ഒരു proof ആണ് ചോദിക്കുന്നത്. Clear അല്ലേ? Now second part എന്താണ്? Calculate the duration of a day when Earth shrinks to 1/8 of its initial volume. Okay, 1/8 of initial volume ആവുകയാണ് Earth എങ്കിൽ duration of a day ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം duration of day എന്ന് പറയുന്നത് 24 hours ആയിട്ട് കൺസിഡർ ചെയ്യണം, അല്ലേ? അപ്പോൾ ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് V1 ആണെങ്കിൽ, ഓക്കെ, V1ൻ്റെ 1/8 ആവുന്ന വോളിയമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. Right, volume is shrink to the initial volume, 1/8 of the initial volume. If initial volume is V1, 1/8 of V1 ആണ് the shrinked earthന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? ആ shrinked earthന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1/2 R1 ആയിരിക്കില്ലേ? ബിക്കോസ് വോളിയം റേഡിയസ് നമ്മൾ എങ്ങനെ റിലേഷൻ V is proportional to R cube ആണ്, അല്ലേ? സോ വോളിയം 1/8 ടൈംസ് ആണെങ്കിൽ റേഡിയസ് വിൽ ബി 1/2 ടൈംസ്, അല്ലേ? 2 ക്യൂബ് ആണ് 8. സോ ദിസ് ഇസ് ഹൗ യു ആർ ഗെറ്റിംഗ് ഇറ്റ്. നൗ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഡ്യൂറേഷൻ, അല്ലേ? ടൈമിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി what I'm going to do is I'll take the relation I1 omega1 equal to I2 omega2, right? So conservation consider ചെയ്തു. So I1 അതെന്താണ്? 2/5 m r square. 1 എന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷനെയാണ് കേട്ടോ. r square omega1 എന്ന് പറയുന്നത് എന്താ? 2π/t1. 2π/t is omega, right? So equal to I2 എന്ന് പറയുന്നത് 2/5 m. Initially r ആണ് റേഡിയസ് എങ്കിൽ after shrinking the radius would be r/2, അല്ലേ? 1/2 of the initial radius ആണ്. So it will be r/2 the whole square into omega2 will be 2π/t2. Okay, so 2/5 m രണ്ടിടത്തും ക്യാൻസൽ ആയി, 2π രണ്ടിടത്തും ക്യാൻസൽ ആയി. ഇവിടെ എന്തുണ്ട്? r square by t1 ഉം ഇവിടെ r square by 4t2 ഉണ്ടാവും, അല്ലേ? r square r/2 whole square means r square by 4, right? And t2 is here. അപ്പോൾ ഇങ്ങനെ വരും, right? അപ്പോൾ r square നമുക്ക് ക്യാൻസൽ ചെയ്യാം. So this would be 4t2 equal to t1, അല്ലേ? 4t2 equal to t1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? t2 ആണ്. t2 will be t1/4. ശരിയല്ലേ? t1 എന്ന് പറയുന്നത് എന്താ? ഒറിജിനലുള്ള ഡ്യൂറേഷൻ ആണ്, അല്ലേ? ഒറിജിനൽ ഡ്യൂറേഷൻ ഇസ് 24 hours, അല്ലേ? അപ്പോൾ 24 hours by 4. For 1/4 of the original duration ആണ് വരിക. So that would be 6 hours. Which means if the volume of the earth is shrinking to 1/8 of the original volume, then the duration of a day will be 6 hours. Okay? ഇതാണ് ആ ഒരു part of the question. Clear അല്ലേ? രണ്ട് പാർട്ടും വളരെ എളുപ്പമാണ്, അല്ലേ? Now, the next question. A solid sphere of radius r, density rho, falling through a viscous medium of density sigma and coefficient of viscosity eta. എന്താ ചോദ്യം? What are the different forces acting on the body? Yes, ഒരു solid sphere if it is moving through a viscous medium, അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത് if it is moving ആ ഒരു solid sphere ആണ്, അല്ലേ? സോ ഡെഫിനറ്റ്ലി അതിൽ വെയിറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും, റൈറ്റ്? പിന്നെയോ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ വിസ്കസ് മീഡിയം, റൈറ്റ്? അപ്പോൾ ആ വിസ്കസ് മീഡിയത്തിലൂടെ അത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ വിസ്കസ് ഫോഴ്സ്. പിന്നെ അത് കൂടാതെ there will be buoyant force, upthrust ഉണ്ടാവും, അല്ലേ? So these are the forces experiencing on that body, right? അപ്പോൾ ഈ 3 ഫോഴ്സസ് ആണ് ഉണ്ടാവുക. 1.5 മാർക്കാണ് ഓരോ ഫോഴ്സസിനും, ഹാഫ് മാർക്ക് വെച്ച്. ഫൈൻ. ഇനി ഡിറൈവ് an expression for terminal velocity. Terminal velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സോളിഡ് സ്ഫിയർ, അല്ലേ? ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ത്രൂ എ വിസ്കസ് മീഡിയം, അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. മുകളിലേക്ക്
അപ്പ് ത്രസ്റ്റ്, ഞാൻ ഇതിന് FT എന്ന് എഴുതുകയാണ്. ആൻഡ് അത് കൂടാതെ there will be viscous force acting അല്ലേ, viscous force act ചെയ്യുന്നുണ്ടാവും. ഞാൻ FV എന്ന് എടുക്കുന്നു. ഓക്കെ, സോ ഐ ഹാവ് എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് R. ഫൈൻ. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക, ദ അപ്വേർഡ് ഫോഴ്സസ് വുഡ് ബി ഈക്വൽ ടു ദ ഡൗൺവേർഡ് ഫോഴ്സസ് അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ. സോ വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് സീറോ അല്ലെ. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ വുഡ് ബി സീറോ. And if acceleration is zero, it means that the body is moving with a constant velocity. അല്ലേ, ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. സോ നമുക്ക് ഓരോരോ ടേംസ് എടുക്കാം. എന്താണ് അപ് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ദാറ്റ് വുഡ് ബി ദ ബോയന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് എടുക്കുക, വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി അല്ലെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ മാസ്, ഈ ലിക്വിഡിൻ്റെ മാസ് ആസ് സച്ച് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ഇൻസ്റ്റെഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മീഡിയത്തിൻ്റെ വിസ്കസ് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്, മീഡിയം ഓഫ് ഡെൻസിറ്റി സിഗ്മയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, 4/3 pi r³ ദാറ്റ് ഈസ് ദ വോളിയം ഇൻറ്റു ഡെൻസിറ്റി സിഗ്മ അല്ലേ. ആ വിസ്കസ് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി ഈസ് സിഗ്മ. സോ മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളിപ്പോൾ എത്തി അല്ലേ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. നൗ ദിസ് ഗിവ്സ് യുവർ വെയിറ്റ്. Okay, any viscous drag from Stokes law, we know it is 6 pi eta RV, right? And this V is our terminal velocity. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ weight is mg, right? അപ്പോൾ weight mg ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ weight എന്ന് പറയുന്നത് എന്തായിരിക്കും, which is mg. ഇവിടെ മാസ് എന്ന് പറയുന്നത് എന്താ, 4/3 pi r³ into ആ സോളിഡ് സ്ഫിയറിന്റെ ഡെൻസിറ്റി എത്രയാ, റോ ആണ് അല്ലേ. സോ ദാറ്റ് വുഡ് ബി 4/3 pi r³ into rho, that is volume into density which give you the mass into g. Okay, അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വുഡ് ബി 4/3 pi r³ sigma plus 6 pi eta rv equal to 4/3 pi r³ rho g. ഫൈൻ. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6 pi eta rvയുടെ ടേം ഇട്ടിരിക്കട്ടെ, മറ്റൊന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ദിസ് വുഡ് ബി 6 pi eta rv ഈക്വൽ ടു 4/3 pi r³ g ഇൻറ്റു റോ മൈനസ് 4/3 pi r³ g ഇൻറ്റു സിഗ്മ. ഓക്കെ, അപ്പോൾ 4/3 pi r³ g എന്ന് പറയുന്നത് രണ്ടിടത്തും കോമൺ ആണ്. അത് കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഹിയർ വിൽ ഹാവ് ദിസ് 4/3 pi r³ g ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഓക്കെ, അപ്പോൾ വി എടുക്കുകയാണെങ്കിലോ വി വിൽ ബി 4/3 pi r³ g റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 6 pi eta r ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, സോ പൈ ക്യാൻസൽ ചെയ്തു, r³ ഒരു r ക്യാൻസൽ ചെയ്യാം, ബാക്കി r² ഉണ്ട് ഇവിടെ. Okay, now what is left, you have 4/6 3s are 18 അല്ലേ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. സോ 2/9 എന്ന് കിട്ടും അല്ലേ. ഇവിടെ ഒരു r² ഉണ്ട്, g ഉണ്ട്, റോ മൈനസ് സിഗ്മ ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്താണ് ബാക്കിയുള്ള പൈ ക്യാൻസലായി, ഈറ്റ മാത്രം ബാക്കിയുണ്ട്. Right? So this is the expression for terminal velocity, 2/9 r² rho minus sigma into g divided by eta. Okay, expression കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. Draw the pattern of waveforms of the first 2 harmonics in a closed pipe. Yes, closed pipeലെ first 2 harmonics എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക് മീൻസ് ലൈക്ക് ഹാർമോണിക്സിൻ്റെ പാറ്റേൺ വരുന്നത്, വേവ് ഫോംസ് എങ്ങനെയാണ് വരിക നോക്കിക്കേ. ഒരു ഫസ്റ്റ് ഹാർമോണിക്സ് വരുന്ന സമയത്ത് ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ ബി അല്ലേ. ഫസ്റ്റ് ഹാർമോണിക്സ് വരയ്ക്കുമ്പോൾ എങ്ങനെയാ വേവ് പാറ്റേൺ എങ്ങനെയാണ് വരയ്ക്കുക, ഒരു ക്ലോസ്ഡ് പൈപ്പാണ് ഫസ്റ്റ് ഹാർമോണിക്സ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ. സെക്കൻഡ് ഹാർമോണിക്സ് വരയ്ക്കുമ്പോഴോ, സെക്കൻഡ് ഹാർമോണിക്സ് വരയ്ക്കുന്ന സമയത്ത് ഒരു ക്ലോസ്ഡ് പൈപ്പ് തന്നെയാണ്, സെക്കൻഡ് ഹാർമോണിക്സ് ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ ബി. ശരിയല്ലേ. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി λ/4 ആൻഡ് ഹിയർ ദ ലെങ്ത് വുഡ് ബി 3/4 λ. ഫൈൻ.
Any. Show that in a closed pipe, the frequencies of first two harmonics are in the ratio 1:3. Okay. എങ്ങനെയാണ് ഫസ്റ്റ് ഹാർമോണിക്സിനെയും സെക്കൻഡ് ഹാർമോണിക്സിനെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കണേ? നമുക്ക് ആദ്യം ഫസ്റ്റ് ഹാർമോണിക്സിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. L = lambda ആണ്, അല്ലെ? λ/4 ആണ്, സോറി, λ/4 ആണ്. സോ lambda will be 4L. അപ്പോൾ V is equal to ന്യൂ ലാംഡയിൽ നിന്ന് ന്യൂ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി V by lambda. സോ V by ലാംഡയുടെ വാല്യൂ എന്താ? 4L. ഇതാണ് ന്യൂ വൺ ഫസ്റ്റ് ഹാർമോണിക്സ് ഫ്രീക്വൻസി, റൈറ്റ്? ഇനി സെക്കൻഡ് ഹാർമോണിക്സിനാണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 3/4 ലാംഡയാണ്, വിച്ച് മീൻസ് ലാംഡ ഇസ് ഈക്വൽ ടു വാട്ട്? ലാംഡ എന്ന് പറയുന്നത് എന്താ? 4L/3 ആയിരിക്കും, അല്ലേ? അപ്പോൾ ന്യൂ 2 വുഡ് ബി ഈക്വൽ ടു, ന്യൂ 2 എന്ന് പറയുന്നത് എന്താ? V by ലാംഡയാണ്, V divided by ലാംഡയുടെ വാല്യൂ എന്താ? 4L/3. അപ്പോൾ 1/λ ആയതുകൊണ്ട് ദിസ് വുഡ് ബി വാട്ട്? 3/4L or 3 into V/4L. V/4L എന്ന് പറയുന്നത് ന്യൂ 1 ആണ്. സോ ന്യൂ 2 is equal to 3 times ന്യൂ 1 എന്ന് കിട്ടും. Okay, so from this it is clear that ന്യൂ 1 is to ന്യൂ 2 will be equal to 1:3. Okay, അപ്പോൾ 1:3 ആണെന്നുള്ള പ്രൂവ് ആയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് ന്യൂ 1 ന്യൂ 2 കണ്ടുപിടിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. ഫൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Answer any 3 questions from 28 to 32. Each carries 5 scores. നോക്കാലോ. Banking of roads helps to increase the limit of maximum safe speed of a vehicle at a curve. Banking of roads നമ്മൾ പഠിച്ചതാണ് അല്ലേ? Draw the schematic diagram of a vehicle on a banked road and mark the various forces acting on it. Yes, എപ്പോഴും ബാങ്കിങ് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ആ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ this is the banked road, angle of banking theta കൊടുത്തിരിക്കുന്നു. Here we have the car അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കാർ നമ്മളോട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ഉണ്ട്, പിന്നെ ഒന്ന് എന്താ? ദ റിയാക്ഷൻ ഫോഴ്സ്, അല്ലെ? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് R എന്നെടുക്കാം, അതല്ലെങ്കിൽ N എന്നെടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾക്ക് ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സും ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഇനി കൂടാതെ ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അല്ലേ? സോ ദീസ് ആർ ദ ഫോഴ്സസ് ആക്ടിങ്. ഇനി ഇത് നോർമൽ റിയാക്ഷൻ ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു റിസോൾവ് ഇറ്റ് ഇൻ ടു 2. റിസോൾവിങ് വേറെ കാണിച്ചു തരാം. വി ആർ ഗോയിങ് ടു റിസോൾവ് ഇറ്റ് ഇൻ ടു 2, right? So this would be n cos theta since this is theta, and this would be n sin theta. Okay, അതേപോലെ തന്നെ ഈ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സിനെ we have to resolve it into 2. Resolve ചെയ്യുമ്പോൾ one component, another component, right? So this would be F sin theta, Fs sin theta, and this would be Fs cos theta. Okay, ഇത് വരയ്ക്കുന്നതിനാണ് നമുക്ക് 2 മാർക്ക് കിട്ടും എന്ന് പറയുന്നത്. ഫൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കാറ് വരയ്ക്കുന്നു, വെയിറ്റ്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. നോർമൽ റിയാക്ഷൻ ഫോഴ്സിൻ്റെ 2 കമ്പോണൻസ്, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ 2 കമ്പോണൻസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി obtain an expression for the maximum safe speed of a vehicle at a banked road with frictional force. Okay, with frictional force ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമം സ്പീഡ് അല്ല, അല്ലേ? അപ്പോൾ മാക്സിമം സേഫ് സ്പീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുക? നമ്മൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് സോൾവ് ചെയ്യുക. ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാ? നമുക്ക് ആദ്യം വെർട്ടിക്കൽ ഫോഴ്സസ് എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സോ ദാറ്റ് വുഡ് ബി mg പ്ലസ് Fs sin theta is equal to n cos theta. That is one equation, right? ഇനി അടുത്ത ഇക്വേഷൻ എന്താ വരിക? n sin theta plus Fs cos theta is equal to the frictional force acting over there. ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് യുവർ centripetal force, അല്ലേ? അപ്പോൾ centripetal ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താ? mv²/r. യു ഹാവ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദെൻ യു ഹാവ് n cos theta minus Fs sin theta is equal to mg, equation 3. Okay, now we are going to divide these 2 equations. Okay, so what will it be? 3/2. അപ്പോൾ എന്താ വരിക? n cos theta minus Fs sin theta divided by, ഇവിടെ എന്താണ്? n sin theta plus Fs cos theta, and that is equals to mg divided by mv²/r. ഓക്കെ, ഇതാണ് കിട്ടുക.
Now we are going to divide the entire equation with n cos theta. Dividing by n cos theta, both numerator and denominator. N cos theta by n cos theta, 1 minus fs sin theta by cos theta, tan theta. So fs tan theta. Okay, divided by n sin theta by n cos theta, that would be tan theta. Okay, plus fs cos theta by n cos theta, that is fs by n. Ivideyum fs by n undalle, fs by n. Okay, so 1 minus fs by n tan theta divided by tan theta plus fs by n, and that would be equal to, ivide endu varum, m cancel ayi, this is equal to rg by v square, isn't it? So this is rg by v square. Okay, any nokike fs by n ennu parna enda, we know that the frictional force is equal to mu n, mu s by n, mu s into n. Appo fs by n ennu parayunnadine namukku mu s, coefficient of static friction ezhudam, right? So this would be mu s, and here also it is mu s. Okay, any idil ninnu v square edukkumbo endavum, v square angodu ponam alle, v square would be equal to what? V square would be equal to, ഇവിടെ എന്താ പറയുക, വി സ്ക്വയർ അങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് വരും, ആർ ജി ഇവിടെ ഉണ്ട്. നൗ മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. Okay, this would be v square, and v would be root of this value, and this is the expression for the maximum safe speed when the car is moving on a banked route. Clear ആണല്ലോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. Now let's move on to the next question. Assuming satellite orbits around a planet to be circular, obtain expressions for orbital velocity and time period of a satellite around the Earth. Yes, orbital velocity expression aanu vendathu alle. Appo oru satellite whose mass is m, maybe it is moving with a orbital velocity v0 nu vicharikka. Okay, at a height h from the earth. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം the centripetal force will be provided by the gravitational force there, അല്ലേ? അപ്പോൾ fg is equal to fc. അപ്പോൾ എന്ത് വരും? gm by r square is equal to mv square by r എന്ന് വരും, അല്ലേ? അപ്പോൾ ഒരു r വെച്ച് ക്യാൻസൽ ചെയ്യാം, m രണ്ടും ക്യാൻസൽ ആവും. സോ v square എന്ന് പറയുന്നത് എന്താണ്? v square is equal to എന്താണ്? that would be gm by r, അല്ലേ? അല്ലെങ്കിൽ v എന്ന് പറയുന്നത് which is the orbital velocity which is equal to root of gm by r. Okay, ഈ വെലോസിറ്റി ആണ് ഓർബിറ്റൽ വെലോസിറ്റി, അല്ലേ? അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി will be root of gm by r. That is it. ഇനി അടുത്തത് എന്താണ്? Write one use each for geostationary and polar satellites. Yes, അതിനു മുമ്പ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഓർബിറ്റൽ വെലോസിറ്റി കൂടാതെ ടൈം പീരീഡ് കാണണം. അപ്പോൾ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ എന്താ? സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ്, ദാറ്റ് ഈസ് 2 pi r divided by orbital velocity v0. Okay, so 2 pi r by root of gm by r, അതല്ല ഇക്വേഷൻ. root of gm by r എന്ന് വരും, which is 2 pi root of r cube by gm. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ്, അല്ലേ? ആൻഡ് ഇഫ് വി ആർ കൺസിഡറിങ് ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് ഹെച്ചിലാണ് നമ്മൾ ഈ പറയുന്ന സാറ്റലൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ r ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ r പ്ലസ് h ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്, അല്ലേ? r പ്ലസ് h എന്നുള്ളതായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഹിയർ r നമ്മൾ r പ്ലസ് h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ r-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് r പ്ലസ് h ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t വിൽ ബി ഈക്വൽ ടു 2 pi root of r plus h the whole cube divided by gm എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിച്ചു, ടൈം പീരീഡും കണ്ടുപിടിച്ചു, രണ്ടിനും 1.5 മാർക്ക് വെച്ച് കൺസിഡർ ചെയ്യാം. നൗ റൈറ്റ് വൺ യൂസ് ഈച്ച് ഓഫ് ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. ജിയോ സ്റ്റേഷനറി എന്തിനാ യൂസ് ചെയ്യുന്നത്? മേജർ ആയിട്ടുള്ളൊരു യൂസ് എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലേ? ഫോർ പോളാർ സാറ്റലൈറ്റ്സ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഇൻ റിമോട്ട് സെൻസിങ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, വൺ യൂസേ ചോദിച്ചിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The flow of an ideal fluid in a pipe of varying cross section is shown below. State and prove Bernoulli's theorem. Okay, state and prove ആണ് പറഞ്ഞിരിക്കുന്നത്, and that carries 4 marks. Statement എന്താണ്? Bernoulli's theoremത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, അല്ലേ? The sum of the എന്താണ്? The total energy, right? The total energy per constant volume is a constant.
right? The total energy per unit volume. Sorry, the total energy per unit volume is a constant, right? And then the sum of the pressure energy per unit volume, kinetic energy per unit volume, and potential energy per unit volume. That remains a constant. Okay? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക, അത് വൃത്തിക്ക് എഴുതുക. അത് കഴിഞ്ഞിട്ടോ പ്രൂവ് ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ അത് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്ന ഫിഗർ നോക്കണം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള പൈപ്പ് കാണിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ആ പൈപ്പിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ് പൈപ്പ് ഇരിക്കുന്നത്. ഇവിടെ A1 ആണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ ഇറ്റ് ഈസ് A2. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് A2 അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ് ലെവൽസ് H1 ആൻഡ് H2. ശരിയല്ലേ? ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ P1 V1, ഇവിടെ P2 V2. ഇവിടുത്തെ വെലോസിറ്റി ഈസ് V1, പ്രഷർ ഇസ് P1. ഇവിടെ വെലോസിറ്റി ഈസ് V2 ആൻഡ് പ്രഷർ ഇസ് P2. ദിസ് ഇസ് ദ കേസ്. ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം, അതല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം വി ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ, റൈറ്റ്? വർക്ക് ഡൺ ഉള്ള എക്സ്പ്രഷൻ എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ഏരിയ ഇറ്റ് ഇസ് P1 A1. ഫസ്റ്റ് വർക്കാണ് കണ്ടുപിടിക്കുന്നത്. ഈ സൈഡിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓക്കെ. And distance covered അറിയില്ല. We can write it to be velocity into time. If t is the time taken, v1 into t എന്ന് എഴുതാം. Okay, so area into velocity into time, അതായത് area into distance, that is your volume. So this would be P1V അല്ലേ? W1 എന്ന് പറയുന്നത് P1V ആണ്. അപ്പോൾ by similar consideration W2 would be P2V. ഓക്കെ, അപ്പോൾ W1 minus W2 എന്ന് പറയുന്ന നെറ്റ് വർക്ക് ഡൺ എടുത്തു കഴിഞ്ഞാൽ the net work done W1 minus W2 would be P1 minus P2 into V അല്ലേ? V മാറുന്നില്ലല്ലോ, ഇവിടെ കൂടെ എത്ര വോളിയം ഓഫ് വാട്ടർ പോകുന്നുണ്ടോ അതിൻ്റെ അപ്പുറത്ത് കൂടെ അല്ലേ? അപ്പോൾ P1 minus P2 into V എന്ന് കിട്ടും, the net work done. ഓക്കെ, നൗ ആ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചേഞ്ച് ഇൻ എനർജി നോക്കണം, അല്ലെങ്കിൽ നെറ്റ് എനർജി നോക്കണം. നെറ്റ് എനർജി അറിയണമെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയുള്ള ചേഞ്ച് പറയണം, പൊട്ടൻഷ്യൽ എനർജിയുള്ള ചേഞ്ച് പറയണം. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് നോക്കിയേ. ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും കാരണം ഏരിയ കുറവാണ്. ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും കാരണം ഏരിയ കൂടുതലാണ്, ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ? അപ്പോൾ ഹിയർ ദ കൈനറ്റിക് എനർജി വുഡ് ബി ഗ്രേറ്റർ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആക്ച്വലി, വിച്ച് ഈസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ഇൻ ദിസ് കേസ്. കാരണം അതാണ് Ke1 ആയിരിക്കും കൂടുതൽ. സോ എന്താണ്? ഹാഫ് എം V1 സ്ക്വയർ മൈനസ് ഹാഫ് എം V2 സ്ക്വയർ അല്ലേ? ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് എം V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. മാസ് സെയിം അല്ലേ? സോ വി ഹാവ് ഇക്വേഷൻ 2. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഓക്കെ, ഇവിടെ ഹൈറ്റ് കുറവാണ്, ഇവിടെ കൂടുതലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ ദാറ്റ് ഈസ് ഇൻക്രീസ് ആണെങ്കിൽ PE2 മൈനസ് PE1 വേണം, അല്ലെങ്കിൽ PE2 ആയിരിക്കും കൂടുതൽ. സോ ദിസ് വുഡ് ബി mgH2 മൈനസ് mgH1, ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mg ഇൻറ്റു H2 മൈനസ് H1. ഓക്കെ, സോ ഐ ഹാവ് ഇക്വേഷൻ 3 ഓവർ ദേ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി സോ ഫ്രം ദിസ് വി ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് എനർജി. നെറ്റ് എനർജി അപ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജീസ്, ദാറ്റ് ഈസ് mgH2 മൈനസ് mgH1 പ്ലസ് ദിസ് വാല്യൂ, ദാറ്റ് ഈസ് പ്ലസ് ഹാഫ് എം പ്ലസ് അല്ല മൈനസ് വരിക അല്ലേ? നെറ്റ് അല്ലേ? അപ്പോൾ ഹാഫ് എം V1 സ്ക്വയർ നെഗറ്റീവ് ടു നെഗറ്റീവ് പ്ലസ് ഹാഫ് എം V2 സ്ക്വയർ എന്ന് വരും. Okay, and we know that equation 1 is equal to equation 4, right? The net change in energy is equal to the work done because work done is stored as energy. So നമുക്ക് എന്ത് പറയാം? P1 minus P2 into V is equal to this term, right? That is, അതായത് ഇവിടെ നമുക്ക് P1 minus P2 into V എന്ന് കൊടുക്കാം. The total net work done is equal to mgH2 minus mgH1 minus half mv1 square plus half mv2 square. Okay, ഇനി വോളിയം നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് വോളിയം ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാസ് ബൈ ഡെൻസിറ്റി. ഇനി ആ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ P1 minus P2 would be equal to rho by m mgH2 minus rho by m mgH1 minus half rho by m mv1 square plus half rho by m
mv2 square എന്ന് വരും. സോ m എല്ലായിടത്തും ക്യാൻസൽ ആവുന്നുണ്ട് ഇവിടെ. ശരിയല്ലേ? അപ്പം എന്താ ബാക്കിയുള്ളത്? ദിസ് വുഡ് ബി rho g h2 minus rho g h1 plus half rho v1 square minus half rho v1 square plus half rho v2 square, and here it is p1 minus p2. So one terms എല്ലാം ഒരുമിച്ച് എഴുതുകയാണ്. p1 minus rho g h1, here it is plus rho g h1 minus half rho v1 square, here it is half plus half rho v1 square, and that is equal to ഈ minus p2 അപ്പുറത്തേക്ക് എടുത്തു, p2 plus rho g h2 plus half rho v2 square. Okay, from this we could prove that the pressure energy per unit volume plus kinetic energy per unit volume plus potential energy per unit volume is a constant, and hence we could prove the Bernoulli's theorem. Okay, ഇത്രയേ ഉള്ളൂ. അപ്പം നെറ്റ് വർക്ക് ഡൺ കൺസിഡർ ചെയ്യണം, അതേപോലെ നെറ്റ് എനർജിയും കൺസിഡർ ചെയ്യണം. ആൻഡ് യു ഹാവ് ടു ഇക്വേറ്റ് ഇറ്റ്. വോളിയത്തിന് എം ബൈ റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, നൗ that's about stating and proving the Bernoulli's theorem. ഇനി എന്താ? Write any two characteristics of a fluid that obey Bernoulli's theorem. Yes, Bernoulli's theorem satisfy അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഒബേ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ദ ഫ്ലൂയിഡ് മസ്റ്റ് ബി നോൺ വിസ്കസ്, അല്ലേ? ഇൻകംപ്രസിബിൾ, സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, അല്ലേ? അപ്പോൾ അതിലേതെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. ഹാഫ് മാർക്ക് ഈച്ച്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write the equation of an isothermal process. Yes, isothermal process in equation എന്താ? We have that PV is equal to a constant, അല്ലേ? That is the equation for isothermal process. അത് എഴുതിയാൽ മതി. ഇനി എന്താ? Obtain an expression for work done in an isothermal process. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് കണ്ടുപിടിക്കണമെങ്കിൽ that would be integral v1 to v2 p dv. And from the relation PV equal to RT, we have P is equal to RT by V. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this would be integral V1 to V2. Pക്ക് പകരം RT by V dV എന്ന് കൊടുക്കുന്നു. Okay, so RT എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുക്കാം. So this here it would be 1 by V dV. Okay, 1 by the integral എന്താണ് with respect to dV? That would be natural log of V within the limit v1 to v2. So എന്ത് പറ്റും? It will be log v2 minus log v1, അല്ലേ? അല്ലെങ്കിൽ എന്ത് എഴുതാം? RT into natural log v2 by v1 എന്ന് എഴുതാം. Okay, and that is the expression for work done. Okay, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2.303 RT log v2 by v1 എന്ന് എഴുതാം. Okay, അപ്പോൾ either of these way we can write the expression for work done. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? A Carnot engine operates between the temperatures 398 Kelvin and 293 Kelvin. Find its efficiency. എഫിഷ്യൻസിക്കുള്ള എക്സ്പ്രഷൻ എന്താ? നമുക്ക് eta is equal to 1 minus T2 by T1. അല്ലേ? ഇവിടെ T1 is 393 Kelvin and T2 is 398 Kelvinum 293 Kelvinum. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? 1 minus 293 divided by 398. Okay, so 0.7 something. 1 minus ചെയ്യുമ്പോൾ 0.264 something കിട്ടും, അതായത് 26.4% എന്നർത്ഥം. Okay, 0.264 ആണ് എഫിഷ്യൻസി. ഇൻ പെർസെൻറ്റേജ് ചെയ്താൽ ഇൻറ്റു 100 ചെയ്താൽ 26.4% എന്ന് വരും. Okay, that is the case. Clear അല്ലേ? ഇത്രയേ ഇവിടെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദ ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക്. ഓക്കെ, സോ നമ്മുടെ ഓസിലേഷൻസ് നമ്മളറിയാം സിമ്പിൾ ഹാർമോണിക് എന്നുള്ള SHM നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസ് SHM ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? We have to prove that the oscillations are simple harmonic, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? For that, we are considering the oscillation of a simple pendulum. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെയാണ് ബോബിൻ്റെ പൊസിഷൻ ഇനീഷ്യലി ഉണ്ടാവുക. Here we have the final position making a displacement x. Okay, ഇവിടെയാണ് ഇപ്പോൾ ബോബ് ഉള്ളത്. Okay, and the length is considered to be L, making an angle theta here.
Fine. So this is the situation. L എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ ലെങ്ത് അല്ലേ? അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇനി ഈ ബോബിന്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ which is mg, it can be resolved into two components. One is in this direction, that is towards the mean position, mg sin theta component towards mean position ആണ്, and the mg cos theta component is in the direction of string. Okay, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. Fine. അപ്പോൾ നമുക്കറിയാം mg sin theta is towards the mean position. Okay, so we can say that mg sin theta is equal to the restoring force F. അല്ലേ? അപ്പോൾ F is equal to minus mg sin theta എന്ന് എനിക്ക് പറയാം അല്ലേ? ബിക്കോസ് mg sin theta എന്ന് പറയുന്നത് it is acting as a restoring, it is towards the mean position അല്ലേ? It is acting as the restoring force. അപ്പോൾ F is equal to minus mg sin theta എന്ന് വരും. Okay, and from this sin theta എന്താണ്? We get it as x by L, right? So mg into x by L is equal to force F. Okay, so from this നോക്കിക്കേ, minus mg by L into x, that is force. Okay, mass is constant, g is constant, L is constant, right? So these are constant, so which means F is proportional to minus x. The force is proportional to displacement. It is directed towards the mean position, which implies that the oscillations are simple harmonic. അല്ലേ? അത്രയേ ഉള്ളൂ അവിടെ കാര്യം. ഇനിയോ, write an expression for time period of oscillation. Time period of oscillation എന്താണ് expression? T is equal to 2 pi root of L by G. അല്ലേ? That is the expression for time period of an oscillation. പിന്നെ next question എന്താ? What is seconds pendulum? Seconds pendulum means what? The pendulum of period 2. Right? The pendulum whose period is 2, that is 2 seconds. What is that is termed to be seconds pendulum. Okay, and find the length of seconds pendulum. എന്താണ് seconds pendulumത്തിന്റെ length? Length is equal to 1 meter. Okay, 1 meter ആയിരിക്കും അതിന്റെ length, and seconds pendulum എന്ന് പറഞ്ഞാൽ എന്താണ്? A pendulum of period 2 seconds. Okay, so that's about the questions. Okay, അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാം ഈസിയാണ്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ എക്സാം. താങ്ക് യു സ്റ്റുഡൻസ്.